ഗുഡ് ഈവനിങ് എവരി വൺ. ഓഡിയോ ക്ലിയർ ആണെന്ന് കരുതുന്നു. ഞാനൊരു യാത്രയിലാണ്, അതുകൊണ്ടാണ് കാഷ്വൽ ആയിട്ട് ഇന്നത്തെ മീറ്റിംഗിൽ നിങ്ങളോടൊപ്പം ജോയിൻ ചെയ്തത്. ഇന്നത്തെ സെഷൻ ലീഡ് ചെയ്യാനായിട്ട് നമ്മളോടൊപ്പം ഉള്ളത് ശ്രീലക്ഷ്മി ടീച്ചറാണ്. ഈ കഴിഞ്ഞ ഡിസംബറിലെ നെറ്റ് പരീക്ഷയിൽ 300-ല് 240 മാർക്ക് സ്കോർ ചെയ്തു. ടീച്ചർ 30 ചോദ്യങ്ങളാണ് പേപ്പർ 1-ന് ശരിയാക്കിയത്. അപ്പോ നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു നോക്കിയേ, 240 മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിൽ ആകെയുള്ള 100 ചോദ്യങ്ങളിൽ 90 ചോദ്യങ്ങളും ടീച്ചർ കറക്റ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോ ഇതിലെ ഓരോ പാർട്ടിസിപ്പൻസിന്റെയും വക ഒരു ചെറിയ കയ്യടി ടീച്ചർ എന്തായാലും ഡിസേർവ് ചെയ്യുന്നു എന്ന് ഞാൻ കരുതുന്നു. ഈ പഠിച്ചെടുത്ത സ്ട്രാറ്റജി, അതായത് 90% നെറ്റ് പരീക്ഷ പോലത്തെ ഒരു എക്സാം, ഇപ്രാവശ്യം കുറച്ചൊരു ഈസിയർ സൈഡ് ആയിരുന്നു ഇംഗ്ലീഷ് എക്സാം എന്ന് ഞാൻ അക്സെപ്റ്റ് ചെയ്യുന്നു, മനസ്സിലാക്കുന്നു. എങ്കിൽ പോലും നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, 90% മാർക്ക് നെറ്റ് പരീക്ഷയിൽ പേപ്പർ 2-ന് വാങ്ങിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ടീച്ചറിന്റെ ഡെഡിക്കേഷൻ ഒന്നുകൊണ്ട് മാത്രമാണ്. കുട്ടികളോടുള്ള കമ്മിറ്റ്മെന്റും പഠനത്തോടുള്ള പാഷനും സ്നേഹവുമാണ്. ഇതേ പാഷനേറ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് നമ്മുടെ ഐപ്ലസിന്റെ പ്രോഗ്രാമിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കുന്നത്. ഇന്നത്തെ മീറ്റിംഗിന്റെ വിഷയം അതല്ലാത്തത് കൊണ്ട് തന്നെ ടീച്ചർ എങ്ങനെ പഠിച്ചെടുത്തു, ടീച്ചറിന്റെ സക്സസ് സ്ട്രാറ്റജികൾ എന്താണെന്ന് നിങ്ങൾ ഓരോരുത്തരിലേക്കും പങ്കുവെക്കാനായിട്ട് ഏറ്റവും ആദരവോടുകൂടി ടീച്ചറിനെ സ്വാഗതം ചെയ്യുന്നു. അടുത്ത ഒരു മണിക്കൂറിനടുത്തുള്ള സമയം നമ്മുടെ ഇവിടെ പഠിച്ച് നെറ്റ് JRF ക്വാളിഫൈ ചെയ്ത ഡോണ കൂടെ ജോയിൻ ചെയ്യുന്നുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് ആ സ്റ്റുഡന്റിന്റെയും സ്റ്റഡി സ്ട്രാറ്റജികൾ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതായിരിക്കും. അത് ടീച്ചർ ക്ലാസ് ഈ സെഷൻ ലീഡ് ചെയ്യുന്നതിന്റെ ഒടുവിലായിട്ട് അല്ലെങ്കിൽ ഇതിനിടയിലായിട്ടായിരിക്കും അത് അറേഞ്ച് ചെയ്യുക. അതുപോലെ ക്വസ്റ്റ്യൻ ആൻസർ സെഷനും വീഡിയോയുടെ ഏറ്റവും ഒടുവിലായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. അപ്പൊ പൂർണ്ണമായിട്ടും ഇതിൽ പങ്കെടുക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്രയോജനപ്രദമായ ഒരു മണിക്കൂറായിരിക്കും ഇത്. നെറ്റ് പരീക്ഷയ്ക്ക് JRF-ന് തയ്യാറെടുക്കുന്ന ആളുകൾ എന്നുള്ള നിലയിൽ ശ്രീലക്ഷ്മി ടീച്ചർ, സ്വാഗതം. താങ്ക് യു ഓൾ ഓഫ് യു. എല്ലാവർക്കും ഒരുപാട് നന്ദി കേട്ടോ. അതായത് ബിഗിനിങ്ങിൽ തന്നെ ഒരുപാട് ഹേർട്സും അതേപോലെ തന്നെ ക്ലാപ്സും ഒക്കെ കിട്ടി, സന്തോഷം. സോ ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് നെറ്റ് ആത്മാർത്ഥമായിട്ട് നെറ്റ് അല്ലെങ്കിൽ JRF വേണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയുള്ളതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്കൊക്കെ ആ ആഗ്രഹമില്ലേ? ആ ആഗ്രഹങ്ങളൊക്കെ ഒന്ന് തംസ് ആയിട്ടൊക്കെ വരട്ടെ. നിങ്ങളുടെ ആഗ്രഹങ്ങൾ എത്ര പേരാണ് ഇത്തവണ നെറ്റ് എന്തായാലും വേണമെന്ന് ആഗ്രഹിക്കുന്നവര്? ഒത്തിരി പേരുണ്ട് അല്ലെ? സോ ഇത് നമ്മുടെ ഒരു ലാസ്റ്റ് അറ്റംപ്റ്റ് ആയിട്ട് തന്നെ കൺസിഡർ ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത്. ഇനി നമുക്ക് വേണ്ട നെക്സ്റ്റ് ഒരു ചാൻസിനായിട്ട് കാത്തിരിക്കേണ്ട. ഇത്തവണ ഈ ജൂൺ തന്നെ ആവട്ടെ നമ്മുടെ ആ ഒരു ലാസ്റ്റ് അറ്റംപ്റ്റും അതേപോലെ തന്നെ നമ്മൾ ആ ഒരു വിജയിക്കുന്ന അറ്റംപ്റ്റും എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ നിങ്ങൾക്കൊക്കെ വേണ്ടി ഞാനും ആഗ്രഹിക്കുന്നു. ഓക്കെ, സോ ആദ്യം തന്നെ ഞാൻ എല്ലാവരെയും ഈ ഒരു ക്ലാസ്സിലേക്ക്, വെബിനാറിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഞാൻ അങ്ങനെ പഠിച്ചു ഇങ്ങനെ പഠിച്ചു ഒരുപാട് അങ്ങനെയുള്ള എക്സ്പ്ലനേഷൻസിന് പുറമെ ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത് സിലബസ് എന്താണെന്നും അതേപോലെ തന്നെ പഠിച്ചെടുത്ത കുറച്ച് ട്രിക്സ് ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട് പഠിക്കാനായിട്ട്, അതൊക്കെ എന്താണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പൊ അറിയണ്ടേ എല്ലാവർക്കും? യെസ്, ഓക്കെ. ഒത്തിരി ആൾക്കാരുണ്ട് അല്ലെ? എല്ലാവർക്കും ഇത്തവണ തന്നെ നെറ്റ് കിട്ടട്ടെ എന്ന് ആഗ്രഹിക്കുന്നത് കേട്ടോ, നെറ്റും JRF-ഉം. ഓക്കെ, ശരി. അപ്പൊ ഞാൻ നിങ്ങളെ എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഇനി ഇതിന് പുറമെ ഈ നെറ്റ് ഇംഗ്ലീഷിന്റെ സിലബസ് ഭയങ്കര വലുതാണെന്ന് ചിന്തിക്കുന്ന എത്ര പേരുണ്ട്? എത്ര പേര് ചിന്തിക്കുന്നുണ്ട് ഭയങ്കര വലിയ സിലബസ് ആണ്, ക്രാക്ക് ചെയ്യാൻ പറ്റില്ല, കട്ടിയാണ് എന്നൊക്കെ ചിന്തിക്കുന്നവര്? ഓക്കെ, ഫാത്തിമ, ശ്രീല ഒക്കെ അങ്ങനെ ചിന്തിക്കുന്നു. ശരി, ഓക്കെ. അപ്പോഴേ ചിന്തിക്കുന്നതിൽ ഞാൻ തെറ്റൊന്നും പറയുന്നില്ല, കാരണം ഈ സിലബസ് നിങ്ങൾ കാണുമ്പോൾ തന്നെ അത് മനസ്സിലാവും. പക്ഷെ ഈ കട്ടിയുള്ള സിലബസിനെ നമുക്ക് നമ്മുടെ കയ്യിലാക്കാൻ പറ്റുമോ? എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ഈ പരന്ന് കിടക്കുന്ന കാര്യങ്ങളൊന്നും നമ്മൾ അറിയേണ്ട കാര്യമില്ല, അല്ലെങ്കിൽ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പീക്ക് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ് ഉണ്ട്. ഇതറിയാമെങ്കിൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് പറ്റും. അപ്പൊ നമ്മൾ ഈ കാണാനായിട്ട് ഇനി സ്ക്രീനിൽ പോകുന്നത് നമ്മുടെ സിലബസ് ആണ്. കണ്ടല്ലോ, പലരും ഇപ്പോഴും വിചാരിക്കുന്നുണ്ട്, അതായത് സിലബസ് മാറിക്കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ സിലബസിന്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം വന്നിട്ട് പഠിക്കാവുന്ന. അങ്ങനെ ചിന്തിക്കുന്ന എത്ര പേരുണ്ട്? സിലബസിന്റെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം വരട്ടെ, എന്നിട്ട് തുടങ്ങാം, എന്നിട്ട് ആലോചിക്കാം. ആരുമില്ല അല്ലെ? സോ അത് വളരെ നല്ലൊരു പോസിറ്റീവ് അപ്രോച്ച് ആണ് കേട്ടോ. സിലബസിന്റെ കാര്യത്തിൽ വരുന്ന അപ്ഡേറ്റ്സിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം എന്ന് പറഞ്ഞ് ഇപ്പോഴത്തെ സിലബസ് നമുക്ക് ഒഴിവാക്കി പഠിക്കാതെ ഇരിക്കേണ്ട ആവശ്യമുണ്ടോ? ഒരിക്കലും ഇല്ല. സോ ഈ കാണുന്നതാണ് നമ്മുടെ നെറ്റ് ഇംഗ്ലീഷിന്റെ സിലബസ്. ഒന്നാമത്തെ യൂണിറ്റ് ആയിട്ട് തന്നെ നമുക്കുള്ളത് ഡ്രാമയാണ് കേട്ടോ. ഡ്രാമ, ഈ ഡ്രാമ ഒരു വളരെ വലിയ യൂണിറ്റ് ആയിട്ട് തോന്നുന്നില്ലേ? ഡ്രാമ യൂണിറ്റ് ആയിട്ട് എടുത്ത് പഠിച്ചവരില്ലേ? ഒന്ന് തംസിട്ടേ, അല്ലെങ്കിൽ ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. ഡ്രാമ യൂണിറ്റിനെ പറ്റി ഏതായിരുന്നു ഡ്രാമയില്? ഡ്രാമ പഠിച്ചില്ലേ അബ്ദുൾ റഹ്മാൻ? അതോ ഡ്രാമ ബുദ്ധിമുട്ടാണെന്നാണോ? ഓക്കെ, ശരി. അപ്പൊ ഈ ഡ്രാമ എന്ന യൂണിറ്റ് അല്ലെങ്കിൽ നമ്മുടെ പീരിയഡ് വൈസ് ആണ് പഠിച്ചത്. ശരി, അത് വളരെ നല്ലൊരു അപ്രോച്ച് ആണ് കേട്ടോ ഷഹന.
പീരീഡ് വൈസ് ആയിട്ട് പഠിക്കുന്നത്? നമ്മളും കുട്ടികളോട് ഇവിടെ അങ്ങനെ തന്നെയാ പറയുന്നത്, പീരീഡ് വൈസ് ആയിട്ട് തന്നെ പഠിച്ച് തീർക്കാനായിട്ട്. അപ്പൊ ഈ ഡ്രാമ എന്ന് മാത്രമേ നമ്മളോട് NTA പറഞ്ഞിട്ടുള്ളൂ. സ്റ്റഡീഡ് ഇൻ ജനറൽ. ഓക്കെ ശരി. ഓക്കെ, അപ്പോഴേ ഈ ഡ്രാമ എന്ന് മാത്രമേ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ. ഡ്രാമ എന്ന് പറയുമ്പോൾ എന്താണ്? ഡ്രാമയുടെ ഡെഫിനിഷൻ ഉണ്ട്. ഡ്രാമയെ കുറിച്ചുള്ള നമ്മുടെ അരിസ്റ്റോട്ടലിന്റെ സമയം മുതലുള്ള കുറെ ട്രാജഡിയെ കുറിച്ചും ഡ്രാമയെ കുറിച്ചും ഒക്കെയുള്ള ഡെഫിനിഷൻസ് ഉണ്ട്. ഇതൊക്കെ നമുക്ക് ഉണ്ട്. ഓക്കെ, പക്ഷെ ഇതിലുപരി നമ്മൾ ഫോക്കസ് കൊടുത്ത് പഠിക്കേണ്ടത്, നോട്ട് ചെയ്ത് വെച്ചോ, ഈ ക്ലാസ്സിൽ ഇരിക്കുന്നവരൊക്കെ ശ്രദ്ധിക്കേണ്ടതാണേ, ഒരു കഷ്ണം പേപ്പറും അതേപോലെ തന്നെ ഒരു പേനയും നിങ്ങളുടെ കൈവശം ഉണ്ടാവണം. വലിയ ബുക്കൊന്നും ഉണ്ടാകണമെന്ന് പറയുന്നില്ല, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യാൻ ഒരു പേപ്പർ ഉണ്ടാവണം. ഓക്കെ, ശരി. അപ്പോഴേ ഡ്രാമയിൽ ആദ്യം തന്നെ പഠിക്കേണ്ടത് ഡ്രാമ എങ്ങനെ ഒറിജിനേറ്റ് ചെയ്തു എന്നുള്ള കാര്യം തന്നെയാണ്. ഓക്കെ, ഡ്രാമ ഒറിജിനേറ്റ് ചെയ്യാനുള്ള റീസൺ ഞാൻ ഇപ്പോൾ തന്നെ പറഞ്ഞുതരാം. നമ്മുടെ മിഡിൽ ക്ലാസ് ആൾക്കാർക്ക് അവരുടെ ജോലിയും ആവശ്യങ്ങളും ഒക്കെ എന്താണ് അതിനൊക്കെ പുറമെ, അല്ലെങ്കിൽ അതൊക്കെ കഴിഞ്ഞു വരുന്ന ആൾക്കാർ ഡ്രാമ കാണുമായിരുന്നു. അതായത് നമ്മളിപ്പം TV-യിൽ നമ്മൾ സീരിയൽസ് ഒക്കെ കാണുന്ന ആൾക്കാർ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ട് അല്ലെ, നമ്മുടെ എസ്പെഷ്യലി നമ്മുടെ കേരളൈറ്റ്സിന് അങ്ങനെ ഉണ്ടെന്ന് പറയാം. സോ അതേപോലെ തന്നെ നമ്മുടെ ബ്രിട്ടീഷുകാർക്ക് അവരുടെ ജോലിയൊക്കെ കഴിഞ്ഞു വന്നിട്ട് ഈ മിഡിൽ ക്ലാസ്സുകാര് ഡ്രാമ ആസ്വദിക്കുമായിരുന്നു. നമ്മുടെ ക്യൂൻ എലിസബത്ത് രാജ്ഞി എലിസബത്ത് ഒന്ന് തന്നെയാണ് ആദ്യം ഇതിനുള്ള ഒരു അവസരം ഒരുക്കുകയും ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഡ്രാമയിൽ ഫോക്കസ് കൊടുക്കേണ്ടത് നോട്ട് ചെയ്തോ, ബ്രിട്ടീഷ് ഡ്രാമ, ഓസ്ട്രേലിയൻ ഡ്രാമ, അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഡ്രാമ, അമേരിക്കൻ ഡ്രാമ, അതേപോലെ തന്നെ നമ്മുടെ പോസ്റ്റ് കൊളോണിയൽ ഡ്രാമ, ഇതിനാണ് ഫോക്കസ് കൊടുക്കേണ്ടത്. ഫേമസ് ആയിട്ടുള്ള ഒരു ഡ്രാമാറ്റിസ്റ്റിന്റെ പേര് പറഞ്ഞേ കേക്കട്ടെ. ഒരു ഫേമസ് ഡ്രാമാറ്റിസ്റ്റിന്റെ പേര് പറ. എത്രയോ ഡ്രാമാറ്റിസ്റ്റുകളുണ്ട്. ഞാൻ തന്നെ തുടങ്ങാം. വില്യം ഷേക്സ്പിയർ. പുറമെ നിങ്ങൾ ഒരാളിനെ പറഞ്ഞു. ഓക്കെ, അബ്ദുൾ റഹ്മാനും വില്യം ഷേക്സ്പിയറിനെ പറഞ്ഞു. ബെൻ ജോൺസനെ അറിയത്തില്ലേ? ബെൻ ജോൺസൺ. ശരി. ഇനി RB ഷെറിഡനെ അറിയത്തില്ലേ? നമ്മുടെ റൈവൽസ് എന്ന പുസ്തകം ഇല്ലേ, നമുക്കറിയാം. ഓക്കെ, ഒന്ന് രണ്ട് പോട്ടെ. ഓക്കെ, ഗിരീഷ് കർണാട്, ഹയവദന അല്ലെ, ഗിരീഷ് കർണാടിന്റെ ഹയവദന ആർക്കും മറക്കാൻ പറ്റാത്ത ഒരു വർക്കാണ്. GB ഷോ, വെൽ ഡൺ. പിന്നെ ഇവരൊക്കെ ഉള്ളോ? ഒരുപാട് ഡ്രാമാറ്റിസ്റ്റുകൾ നമുക്കുള്ളതാണ് ഇംഗ്ലീഷില്. ഇന്ത്യയിൽ നിന്ന് പോലും ഉണ്ട്. യെസ്, ക്രിസ്റ്റഫർ മാർലോ, ഡോക്ടർ ഫോസ്റ്റസ് എഴുതിയ ക്രിസ്റ്റഫർ മാർലോ. അതെ. ഓക്കെ, ഒരുപാട് ഡ്രാമാറ്റിസ്റ്റുകൾ നമുക്കുണ്ട്. ഓക്കെ, അപ്പൊ നിങ്ങൾ കാർഡ് പോലെ പഠിക്കേണ്ട ആവശ്യമില്ല, ഫോക്കസ് കൊടുത്ത് പഠിക്കാം. വില്യം ഷേക്സ്പിയറിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റില്ല. ഈ സിലബസ് അനാലിസിസിന് ശേഷം ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കുറച്ച് പീക്ക് ഏരിയാസ് ആണ്, അല്ലെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കേണ്ട കുറച്ച് റൈറ്റേഴ്സിനെയാണ് നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, ആ കൂട്ടത്തിൽ ഡ്രാമാറ്റിസ്റ്റുകളും വരുന്നുണ്ട്. അപ്പൊ നമുക്കത് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ഡ്രാമ ഇമ്പോർട്ടന്റ് ആണെന്ന് മനസ്സിലായേ. ഒരു 10-15 മാർക്ക് നമുക്ക് ഡ്രാമയിൽ നിന്ന് കിട്ടും കേട്ടോ. അതായത് ചിലപ്പോൾ അതിന്റെ ക്യാരക്ടേഴ്സിനെ അറേഞ്ച് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ അതിലെ ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ സീനോ ആക്ടോ വന്നിട്ട് അതിലെ ഡയലോഗ്സ് റെക്കഗ്നൈസ് ചെയ്യാനായിരിക്കും. ഇങ്ങനെ പല രീതിയിൽ ഡ്രാമയിൽ നിന്ന് ചോദ്യം ചോദിക്കാറുണ്ട്. സോ ഡ്രാമ എക്സ്ക്ലൂഡ് ചെയ്യരുത്. ഡ്രാമ എക്സ്ക്ലൂഡ് ചെയ്യുന്നത് നിങ്ങളുടെ ഒരുപാട് മാർക്ക് നഷ്ടപ്പെടുത്തും. ഡ്രാമ കളയരുത് കേട്ടോ. ഇനി രണ്ടാമതായിട്ട് നമുക്ക് ഫോക്കസ് കൊടുക്കേണ്ട യൂണിറ്റ് പോയട്രി ആണ്. കുറച്ച് പോയട്രി പറഞ്ഞേ, കുറച്ച് വേരിയേഷൻസ് പറഞ്ഞേ പോയട്രിയിലെ. ഏതൊക്കെയാണ് പോയട്രിയിൽ നമുക്കുള്ള കൂടുതൽ ഏരിയാസ് ഒന്ന് പറഞ്ഞേ. ഓക്കെ, ഇന്ത്യൻ പോയട്രി ഉണ്ട്. ഇനി ഇതിന് പുറമെ ഏത് പോയട്രിയാണ് നിങ്ങൾക്ക് അറിയാവുന്നേ? നിങ്ങൾ തന്നെ പറഞ്ഞു. ഒരു ഡിസ്കഷൻ ആയിട്ട് ഇതിനെ കൺസിഡർ ചെയ്യുക. ഞാൻ മാത്രം ഒരു വൺ വേ ടോക്ക് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, മെറ്റാഫിസിക്കൽ, അമേരിക്കൻ, അതെ. പിന്നെ പോസ്റ്റ് കൊളോണിയൽ പോയട്രി ഇല്ലേ? പോസ്റ്റ് കൊളോണിയൽ എന്നൊക്കെ പറയുമ്പോൾ എന്താണെന്നറിയാവോ? കൊളോണിയലൈസേഷൻ, അതേപോലെ തന്നെ അത് കഴിഞ്ഞുള്ള സമയം. പോസ്റ്റ് കൊളോണിയലൈസേഷൻ എന്ന് പറയുമ്പോൾ അതെ പോസ്റ്റ് മോഡേൺ ഉണ്ട്, പോസ്റ്റ് കൊളോണിയലൈസേഷൻ. വിമൻസ് റൈറ്റിംഗിലെ പോയിട്രി വരുന്നുണ്ട്. വിമന്റെ ഭാഗത്ത് നിന്നുള്ള ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ട്, പോയിറ്റ്സ് ഉണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മുടെ സിൽവിയ പ്ലാത്തിനെ അറിയില്ലേ? സിൽവിയ പ്ലാത്തിന്റെ വർക്ക് ഏതാണ്? ഫേമസ് ആയിട്ടുള്ള ഒരു പോം പറഞ്ഞേ, സിൽവിയ പ്ലാത്ത് എഴുതിയേ പെട്ടെന്ന്. കൺഫെഷൻ ഡാഡി. യെസ്, കൺഫെഷൻ ഡാഡി. ഒരുപാട് ആൻസേഴ്സ് വരുന്നുണ്ട് കേട്ടോ. വെൽ ഡൺ. ആൻസേഴ്സ് പറഞ്ഞ എല്ലാവർക്കും വെൽ ഡൺ. ഓക്കെ, മിറർ ആണോ പറഞ്ഞിരിക്കുന്നത്? അതെ. ഓക്കെ, അപ്പോഴേ ഡാഡി എന്ന വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോം ഉണ്ട്. അത് നമ്മുടെ സിൽവിയ പ്ലാത്ത് എഴുതിയതാണ്. ഇനി സിൽവിയ പ്ലാത്ത് ആരുടെ വൈഫ് ആയിരുന്നു എന്നറിയാവോ? ഒരു പോയിറ്റിന്റെ തന്നെ വൈഫാണ് സിൽവിയ പ്ലാത്ത്. സിൽവിയ പ്ലാത്തിന്റെ ഹസ്ബൻഡ് ആരാണ്? ഒന്ന് ആൻസർ ചെയ്തേ. യെസ്, ടെഡ് ഹഗ്സ് ആണ് അല്ലെ? ടെഡ് ഹഗ്സ്. ആനിമൽ ഇമേജറി ഒക്കെ ബേസ് ചെയ്ത് വർക്കുകൾ എഴുതിയിരുന്ന ഒരാളാണ് ടെഡ് ഹഗ്സ്. ഓക്കെ, അപ്പൊ പോയിട്രിയിൽ നമ്മൾ ഫോക്കസ് കൊടുക്കേണ്ടത് ബ്രിട്ടീഷ് പോയിട്രി, അമേരിക്കൻ പോയിട്രി, ഇന്ത്യൻ പോയിട്രി, പോസ്റ്റ് കൊളോണിയൽ പോയിട്രി. ഈ കൂട്ടത്തിൽ ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട പോയിറ്റ്സ് ആണ് നമ്മുടെ മോസ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ജോൺ ഡൺ. ജോൺ ഡൺ കൊണ്ടുവന്ന സ്കൂൾ ഓഫ് പോയിട്രിയുടെ പേരെന്താ? ജോൺ ഡൺ. ആൻസേഴ്സ് പോരട്ടെ. ജോൺ ഡൺ ഇൻട്രൊഡ്യൂസ് ചെയ്ത സ്കൂൾ ഓഫ് പോയിട്രിയുടെ പേരെന്താണ്? വെൽ ഡൺ. മെറ്റാഫിസിക്കൽ ഇല്ലേ? മെറ്റാഫിസിക്കൽ സ്കൂൾ ഓഫ് പോയിട്രിയുടെ ആളാണ് ജോൺ ഡൺ. ഓക്കെ, ഇനി ഈ മെറ്റാഫിസിക്കൽ പോയിട്രിയുടെ സബ്ജക്ട് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നോ അതോ സിമ്പിൾ ആയിരുന്നോ? വായിച്ചാൽ മനസ്സിലാകുന്ന ഒന്നായിരുന്നോ മെറ്റാഫിസിക്കൽ സ്കൂൾ ഓഫ് പോയിട്രി?
അല്ല കേട്ടോ, ഭയങ്കര ബുദ്ധിമുട്ടാ. സയന്റിഫിക് ആയിട്ടുള്ള വേർഡ്സ് ഒക്കെ ഉപയോഗിച്ച് ബുദ്ധിമുട്ടിക്കുന്ന തരത്തിലാണ് നമ്മുടെ മെറ്റാഫിസിക്കൽ പോയിറ്റ്സ് ഇത് തയ്യാറാക്കിയത്. ഓക്കെ, യെസ്. അപ്പൊ ഡ്രാമയായി, പോയിട്രി ആയി, അതെ അതെ, മെറ്റാഫിസിക്കൽ കൺസൈറ്റ്സ് ഒക്കെ ഉണ്ടായിരുന്നു, അവരായിട്ട് കൊണ്ടുവരുന്ന കുറച്ച് വേർഡ്സ് ഒക്കെ ഉണ്ടായിരുന്നു. ജോൺ ഡണ്ണിന്റെ വാലിഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ് എന്നൊരു പോയിട്രി കേട്ടിട്ടുണ്ടോ? വാലിഡിക്ഷൻ ഫോർബിഡിങ് മോർണിംഗ്, യെസ്. ഓക്കെ, അതിനകത്തില് നമ്മൾ കാണുന്നത് ഓക്കെ റെസ്പോൺസിനൊക്കെ താങ്ക് യു. ഓക്കെ, അപ്പൊ അതിനകത്ത് നമ്മൾ കാണുന്നത് രണ്ട് ലവേഴ്സിനെ അല്ലെങ്കിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫിനെ ഒരു കോമ്പസിന്റെ രണ്ട് വീൽസ് ആയിട്ട് കൺസിഡർ ചെയ്യാണ്, അല്ലെങ്കിൽ രണ്ട് ലെഗ്സ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, അല്ലെ? അതെ അതെ, യെസ്. എന്നിട്ട് എന്താ പറയുന്നത്? ഈ കോമ്പസ് എങ്ങനെയാണോ കറങ്ങുന്നത്, അതായത് അതിന്റെ സെന്ററിൽ നമ്മൾ ഒരു ലെഗ് ഫിക്സ് ചെയ്യും, അതിന് ചുറ്റിയാണ് മറ്റേ ലെഗ് കറങ്ങുന്നത്. അതേപോലെ തന്നെയാണ് ഒരു ഫാമിലിയിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫിന്റെ റോൾ എന്നാണ് ഈ ഒരു പോയിട്രിയിൽ പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് പോയിട്രിയിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പോയിട്രിയെ കുറിച്ച് ഒരു ധാരണ തരിക എന്നുള്ളതാണ് ലക്ഷ്യം, അല്ലാതെ ഒരുപാട് പറഞ്ഞു പോവുക എന്നുള്ളതല്ല. നമ്മൾ ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഫോക്കസ് ഏരിയാസ് വരുന്നുണ്ട്, അവിടെ നമുക്ക് കൂടുതൽ ചർച്ച ചെയ്യാം. ഇനി മൂന്നാമത്തെ യൂണിറ്റ് നോക്കി, ഫിക്ഷൻ ആൻഡ് ഷോർട്ട് സ്റ്റോറി. ഈ ഫിക്ഷൻ എന്ന് പറയുമ്പോ എന്താ? ഫിക്ഷൻ എന്താണ്? ഫിക്ഷൻ, വാട്ട് ഡു യു മീൻ ബൈ ഫിക്ഷൻ? യെസ്, നോവൽ എന്ന് കേട്ടിട്ടുണ്ടോ? നോവൽ ഇമാജിനറി ആണ്, അതെ, ഇമാജിനറി ആണെന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. നമ്മുടെ ഭാവനയിൽ നിന്നാണ് നമ്മൾ ഫിക്ഷൻസ് എഴുതുന്നത്. ഓക്കെ, ഒരുപാട് നോവലുകളൊക്കെ നമുക്കുണ്ട്. ബ്രിട്ടീഷ് നോവൽസ് നോക്കണം, അമേരിക്കൻ നോവൽസ് നോക്കണം, അതേപോലെ തന്നെ നമ്മുടെ ഇന്ത്യൻ ഒറിജിൻ ആയിട്ടുള്ള നോവൽസ് നോക്കണം, പോസ്റ്റ് കൊളോണിയൽ ആയിട്ടുള്ള നോവലുകൾ നോക്കണം. നിങ്ങളുടെ ഭാഗത്തു നിന്ന് തന്നെ ഒരു ബ്രിട്ടീഷ് നോവലിനുള്ള ഉദാഹരണം ഞാൻ പ്രതീക്ഷിക്കുന്നു. പറഞ്ഞേ, നെക്സ്റ്റ് എക്സാമിന് തയ്യാറെടുക്കുന്ന നിങ്ങൾ ഒരു ബ്രിട്ടീഷ് നോവലിനുള്ള ഉദാഹരണം പറയാം. വെതറിംഗ് ഹൈറ്റ്സ്, വെൽ ഡൺ. വെതറിംഗ് ഹൈറ്റ്സ് എഴുതിയത് ആരാ? വെതറിംഗ് ഹൈറ്റ്സ് മാത്രമല്ല, ഒരുപാടുണ്ട്, വേറെ റെസ്പോൺസുകൾ വേണം. പിക്വിക് പേപ്പേഴ്സ്, വെൽ ഡൺ. പമേല, ക്ലാരിസ. പമേലയുടെയും ക്ലാരിസയുടെയും പ്രത്യേകത എന്താണ്? എപ്പിസ്റ്റോളറി ആണ്, അല്ലെ? വാട്ട് യു മീൻ ബൈ എപ്പിസ്റ്റോളറി? എപ്പിസ്റ്റോളറി, യെസ് യെസ്, ഗലിവേഴ്സ് ട്രാവൽസ് വരുന്നുണ്ട്. പ്രൈഡ് ആൻഡ് പ്രിജുഡൈസ്, ഓക്കെ ഓക്കെ ഓക്കെ. എപ്പിസ്റ്റോളറി എന്ന് പറയുമ്പോൾ എന്താ? എപ്പിസ്റ്റോളറി, ആൻസർ വന്നിട്ടുണ്ട്, ലെറ്റേഴ്സ്, കത്തുകൾ രൂപേണ എഴുതുന്നതിനെയാണ് നമ്മൾ എപ്പിസ്റ്റോളറി എന്ന് പറയുന്നത്. ഡിക്കൻസിന്റെയും തോമസ് ഹാഡിയുടെയും ഒക്കെ നോവലുകൾ നമുക്കുണ്ട്. ഹാഡി പോപ്പുലറൈസ് ചെയ്ത ഒരു പ്ലേസ് ഉണ്ടല്ലോ ലിറ്ററേച്ചറിൽ, ഏതായിരുന്നു? ഹാഡി, തോമസ് ഹാഡി പോപ്പുലറൈസ് ചെയ്തത് വെസെക്സ്, യെസ്. ആൻസി ആൻസർ പറഞ്ഞിട്ടുണ്ട്, ആൻസി, അനുപമ ഒക്കെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. വെസെക്സ് ആണ് ഇതിന്റെ ഒരു എന്താണ് ആൻസർ ആയിട്ട് വരുന്നത്. എല്ലാരും റെസ്പോണ്ട് ചെയ്യണേ. കുറച്ച് ആൾക്കാർ കേൾവിക്കാരായിട്ടും ബാക്കിയുള്ളവര് റെസ്പോണ്ട് ചെയ്യാനായിട്ടും ഇരിക്കല്ലേ. എല്ലാവരുടെയും റെസ്പോൺസ് നമുക്ക് ഇവിടെ വേണം. ശരി, അപ്പം ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലായി. ഇനി നമുക്ക് ഷോർട്ട് സ്റ്റോറി ഉണ്ട്. ഒരു ഷോർട്ട് സ്റ്റോറി റൈറ്ററിന്റെ പേര് പറഞ്ഞേ. ഷോർട്ട് സ്റ്റോറി ഇബ്സനും അതേപോലെ തന്നെ നമ്മുടെ ആന്റോൺ ചെക്കോവും ഒക്കെയാണ് കേട്ടോ കൂടുതലായിട്ടും ഷോർട്ട് സ്റ്റോറികൾ നൽകിയിട്ടുള്ളത്. ചെറു കഥകളാണ് ഷോർട്ട് സ്റ്റോറി. ഓസ്കാർ വൈൽഡ്, ചെക്കോവ്, അതെ അതെ, ആൻസേഴ്സ് ഒരുപാട് വന്നിട്ടുണ്ട്. അതെ, ഈ നോവലും നോവലിലെയും ഷോർട്ട് സ്റ്റോറിയും തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് പറയാമോ? നോവൽ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സിംഗിൾ സിറ്റിംഗിൽ അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റില്ലടോ. നമുക്ക് ഒരു 10 ദിവസം 15 ദിവസം ഒക്കെ അതിന് ആവശ്യമായിട്ടുണ്ട്. സത്യല്ലേ? നോവൽ ഒറ്റ ദിവസം കൊണ്ട് വായിച്ചു തീർക്കാൻ പറ്റുമോ? വേണമെങ്കിൽ പറ്റും, പറ്റാഴികയൊന്നുമില്ല. പക്ഷെ എങ്കിൽ പോലും നമ്മൾ ഒരു സിംഗിൾ സിറ്റിംഗിൽ അത് കംപ്ലീറ്റ് ചെയ്യാറില്ല. കാരണം ഒരുപാട് പേജുകൾ ഉണ്ടാവും. ഒരു 250-300 പേജുകളൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാനായിട്ട് പറ്റും. ഇനി നോവൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോവലിന്റെ ഒരു കുഞ്ഞനിയനായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം നോവല്ല. ഓക്കെ, ഷോർട്ട് സ്റ്റോറിയേക്കാൾ വലുതാണ് എങ്കിൽ നോവലോളം വലിപ്പമില്ല. അതാണ് ഒരു നോവല്ല എന്ന് പറയുന്നത്. അപ്പൊ ഏറ്റവും വലുത് നോവലാണ്, അതിന്റെ താഴെയായിട്ട് നമുക്ക് നോവല്ല ഉണ്ട്. ഇനി അതിന്റെയും അനിയനായിട്ട് അനിയൻ കുഞ്ഞെന്നൊക്കെ പറയുന്ന രീതിയിൽ നമുക്ക് ഷോർട്ട് സ്റ്റോറി ഉണ്ട്. നോവൽ, നോവല്ല, ഷോർട്ട് സ്റ്റോറി, ഇതാണ് അതിന്റെ ഓർഡർ കേട്ടോ. അപ്പൊ ചെക്കോവിന്റെയും അതേപോലെ തന്നെ നമ്മുടെ ചെക്കോവിന്റെയും ഒപ്പം തന്നെ നമ്മുടെ ഹെൻറി കിബ്സന്റെയും ഒക്കെയാണ് ഷോർട്ട് സ്റ്റോറീസ് നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ടത്. ഓക്കെ, ശരി. അടുത്തത് നമ്മൾ കാണുന്നത് യൂണിറ്റ് 4 ആണ്, നോൺ ഫിക്ഷണൽ പ്രോസ്. എന്താ ഈ നോൺ ഫിക്ഷൻ എന്ന് പറഞ്ഞാൽ? വാട്ട് യു മീൻ ബൈ നോൺ ഫിക്ഷൻ? ഫിക്ഷൻ, നോൺ ഫിക്ഷൻ എന്താണ്? ഫിക്ഷൻ ഇമാജിനറി ആണെന്ന് നിങ്ങൾ പറഞ്ഞു, ഇൻഫർമേഷണൽ ആണ്. ഓക്കെ, ഇൻഫർമേഷണൽ ആണ്. ഇനി അതിന് പുറമെ ഇൻഫർമേഷണൽ ആണ്. ശരി, വേറെ റിയലിസ്റ്റിക് ആണ്. വെൽ ഡൺ, റിയലിസ്റ്റിക് ആണ്. ഓക്കെ, റിയലിസ്റ്റിക് ആണ്. ഷിൽബി, ഷഹന, ഒത്തിരി ആൾക്കാരുണ്ട്, എല്ലാവരും ഒന്ന് റെസ്പോണ്ട് ചെയ്യും കേട്ടോ. ശരി, ഓക്കെ. ഫാക്ട്സ് ഓർ ഒപ്പീനിയൻസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, ശരി ശരി. അപ്പൊ ഇതൊക്കെയാണ്. ശ്രീല, എല്ലാവരും റെസ്പോണ്ട് ചെയ്യണേ. ഓക്കെ, ശരി. അപ്പം നോൺ ഫിക്ഷണൽ പ്രോസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു മീനിങ് വരുന്നത് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് റിയലിസ്റ്റിക് ആയിട്ടുള്ള കാര്യങ്ങൾക്കാണ്. മിഷേൽ ഒബാമ എന്ന് കേട്ടിട്ടുണ്ടോ? മിഷേൽ ഒബാമ, മിഷേൽ ഒബാമ, യെസ്. ഓക്കെ, മിഷേൽ ഒബാമയുടെ ഒരു മെമ്മോയർ ഉണ്ടല്ലോ, അതിന്റെ പേരൊന്ന് പറഞ്ഞേ. 2018 പബ്ലിഷ് ചെയ്ത ഒരു മെമ്മോയർ ഉണ്ട്, അതിന്റെ പേര് പറഞ്ഞേ. മിഷേൽ ഒബാമയുടെ
ബിക്കമിങ് എന്നൊരു വർക്ക് കേട്ടിട്ടുണ്ടോ? ബിക്കമിങ്. യെസ്, ഈ ഒരു വർക്കും ഞാനും തമ്മിൽ ഒരു കണക്ഷൻ ഉണ്ട് കേട്ടോ. ഞാൻ പ്രോജക്ട് ചെയ്ത ബുക്കാണ്, PG ഞാൻ പ്രോജക്ട് ചെയ്തത് ബിക്കമിങ് എന്ന ബുക്കിലാണ് കേട്ടോ. ഓക്കെ, അപ്പൊ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബുക്കാണ്. ഇനി അതേപോലെ തന്നെ റിയലിസ്റ്റിക് ആയിട്ടുള്ള മിഷേൽ ഒബാമയുടെ ജീവിതത്തിന്റെ ഒരു അനുഭവമാണ് അവിടെ നമ്മളോട് പറയാനായിട്ട് ശ്രമിക്കുന്നത്. ഓക്കെ, അപ്പൊ നോൺ ഫിക്ഷൻസ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് വളരെ കൃത്യമായിട്ട് കുറച്ച് നോൺ ഫിക്ഷൻസ് ഉണ്ട്. ആ ഒരു നോൺ ഫിക്ഷൻസ് മാത്രം നോക്കിയിട്ട് പോയി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ആൻസർ ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ എല്ലാ മാർക്കും അവിടെ നിന്നും നേടിയെടുക്കാനായിട്ട് പറ്റും. അപ്പൊ ഡ്രാമയിൽ നിന്ന് ഫോക്കസ് കൊടുക്കേണ്ട കുറച്ച് റൈറ്റേഴ്സ് ഉണ്ട്, ഡ്രാമാറ്റിസ്റ്റുകൾ ഉണ്ട്, അവരെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. ഇംഗ്ലീഷ് ഡ്രാമ, അതേപോലെ തന്നെ ദാറ്റ് മീൻസ് ബ്രിട്ടീഷ് ഡ്രാമ, അമേരിക്കൻ ഡ്രാമ, ഇന്ത്യൻ ഡ്രാമ, പോസ്റ്റ് കൊളോണിയൽ ഡ്രാമ, ഈ 3 ഡ്രാമാസ് നോക്കിയിട്ട് പോകണം. പോയട്രിയിൽ നിന്നാണെങ്കിൽ ഇന്ത്യൻ പോയട്രി, ബ്രിട്ടീഷ് പോയട്രി, അതേപോലെ തന്നെ നമ്മുടെ അമേരിക്കൻ ആൻഡ് പോസ്റ്റ് കൊളോണിയൽ പോയട്രി, ഇതൊക്കെ തന്നെ നോക്കിയിട്ട് പോകേണ്ടത് അത്യാവശ്യമാണ്. ഫിക്ഷനിൽ നിന്ന് സ്ഥിരം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്, കഥാപാത്രങ്ങളെയാണ് ചോദിക്കുന്നത്. മിസ്സിസ് മാലപ്രോപ്പ് എന്ന കഥാപാത്രത്തിനെ നിങ്ങൾ കാണുന്ന നോവല് വർക്ക് ഏതാണ്? ഒരു ഫേമസ് വർക്കില്, ഒരു ഡ്രാമയില് നമ്മൾ മിസ്സിസ് മാലപ്രോപ്പിനെ കാണുന്നുണ്ട്. യെസ്, റൈവൽസ്. റൈവൽസ് എഴുതിയതാരാ? യെസ്, RB ഷെറിഡൻ ആണ് റൈവൽസ് എഴുതിയത്. വളരെ നല്ല കുട്ടികളാണ് കേട്ടോ, എല്ലാത്തിനും റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, ശരിയോ തെറ്റോ നമ്മൾ റെസ്പോണ്ട് ചെയ്യാന്നുള്ളതാണ് ഒരു റിവിഷൻ ക്ലാസ്സിൽ ഏറ്റവും അത്യാവശ്യം, അല്ലെങ്കിൽ ഒരു അനാലിസിസ് ക്ലാസ്സിൽ അത്യാവശ്യം. ഓക്കെ, അപ്പൊ നോൺ ഫിക്ഷണൽ ആയിട്ടുള്ള പ്രോസസ്സ് നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഇനി 5ാമത്തെ യൂണിറ്റ് വരുമ്പോൾ നിങ്ങൾ കാണുന്നത് ലാംഗ്വേജ് ബേസിക് കോൺസെപ്റ്റ്സ് തിയറി ആൻഡ് പെഡഗോജി ഇംഗ്ലീഷ് ഇൻ യൂസ് എന്നാണ്. ചോംസ്കിയെ കേട്ടിട്ടുണ്ടോ? നോം ചോംസ്കി. അതെ, ലാഡ് എന്ന് കേട്ടിട്ടുണ്ടോ? ലാഡ്, LAD. വാട്ട് യു മീൻ ബൈ ലാഡ്? ലാഡ് എന്താണ്? യെസ്, കോമ്പീറ്റൻസും പെർഫോമൻസും ഒക്കെ ചോംസ്കിയുടെയാണ്. ഇനി അതിന് പുറമെ ലാഡ് എന്ന് പറയുമ്പോൾ എന്താണ്? വാട്ട് യു മീൻ ബൈ ലാഡ്? ലാംഗ്വേജ് അക്വിസിഷൻ ഡിവൈസ്. നമ്മുടെ ചോംസ്കി പറയുന്നു ഓരോ കുട്ടിയുടെയും അല്ലെങ്കിൽ ഓരോ മനുഷ്യന്റെയും തലച്ചോറിൽ ലാഡ് എക്സിസ്റ്റ് ചെയ്യുന്ന ഒരു ഡിവൈസ് ഇരിപ്പുണ്ട്, അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ലാംഗ്വേജ് പഠിക്കുന്നതെന്നാണ് നമ്മുടെ ചോംസ്കി പറഞ്ഞിരിക്കുന്നത്, അല്ലെ? ഇനിയും നിങ്ങൾ ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ എന്ന് കേട്ടിട്ടുണ്ടോ? ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ. യെസ്, ഇത് കൊണ്ടുവന്നത് ആരാ? ഇല്ല, ഫാത്തിമ കേട്ടിട്ടില്ല. ശരി, പറയാം. ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ പറയാം. ഇതാരാ കൊണ്ടുവന്നത്? ചോംസ്കി ആണ് കേട്ടോ. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമുക്ക് പല രീതിയിൽ നമുക്ക് എന്താണ് ഡെറിവേഷൻസ് പോലെ ഡിറൈവ് ഔട്ട് ചെയ്ത്, ഓക്കെ അനുപമ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ, എന്താണ് GT ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ ആണ് പറയുന്നത്. ഓക്കെ, അപ്പൊ വളരെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് റെസ്പോണ്ട് ചെയ്ത് അല്ലെങ്കിൽ നമുക്ക് ആ ഒരു ജനറേറ്റ് ചെയ്ത് ഗ്രാമർ പഠിക്കാൻ പറ്റും എന്നുള്ള ഒരു ആശയമാണ്. ഒരു ലാംഗ്വേജ് ട്രീ ഒക്കെ വരച്ചിട്ട് ഓരോന്നിനെയും, അതായത് ഇപ്പം അതിനകത്തിലെ വെർബ് സോൺ, നൗൺ ഫ്രേസ് ഏതാണ്, വെർബ് ഫ്രേസ് ഏതാണെന്നൊക്കെ വേർതിരിച്ചുകൊണ്ട് നമ്മുടെ ചോംസ്കി അനലൈസ് ചെയ്യുന്നതാണ് ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ. ഓക്കെ, അതാണ് ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ. അതെ, ചോംസ്കിയാണ് ഇത് കൊണ്ടുവന്നത്. ഓക്കെ, അപ്പൊ ഫർദർ ആയിട്ട് ഈ ട്രാൻസ്ഫോർമേഷണൽ ജനറേറ്റീവ് ഗ്രാമർ എക്സ്പ്ലെയിൻ ചെയ്തുള്ള ക്ലാസ്സുകളൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഓക്കെ, വളരെ ഇമ്പോർട്ടന്റ് ആണ്, സ്ഥിരം ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. ഓക്കെ, അപ്പൊ ചോംസ്കി ആയി. ഇനി സഷൂർ എന്ന് കേട്ടിട്ടുണ്ടോ? ഫെർഡിനാൻഡ് ഡി സഷൂർ, സ്വിസ് ലിംഗ്വിസ്റ്റ്. യെസ്, സഷൂർ എന്ന് കേൾക്കുമ്പോ എന്തൊക്കെ കാര്യങ്ങൾ ഓർമ്മ വരുന്നത്? കേൾക്കട്ടെ. സഷൂർ, സൈൻ. യെസ്, സിഗ്നിഫൈഡ്. അതെ. ഓക്കെ, അതിന് നമ്മളൊരു എക്സാമ്പിൾ എപ്പോഴും പറയുമല്ലോ, ഒരു ട്രീയുടെ എക്സാമ്പിൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ? ഒരു ട്രീയുടെ എക്സാമ്പിൾ നമ്മൾ പറയും. അതെ. ഓക്കെ, ഇപ്പൊ ട്രീ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക്, അതായത് ഞാൻ TREE എന്നുള്ള സിംബലുകൾ ഉപയോഗിച്ച് പറയുമ്പോൾ, ലെറ്റേഴ്സ് ഉപയോഗിച്ച് പറയുമ്പോൾ ആ ലെറ്റേഴ്സിനെ ഞാൻ അവിടെ പറയുന്നത് സിഗ്നിഫയർ എന്നാണ്, അല്ലെ? ആർബിട്രറി ആണ്, ലാങ് ആൻഡ് പരോൾ ഒക്കെ ഉണ്ട്, നമുക്ക് അങ്ങോട്ട് വരാം. ഓക്കെ, ശരി. അപ്പൊ ഞാനേ ഈ TREE എന്നുള്ള സിംബലുകൾ ഉപയോഗിച്ച് പറയുമ്പോൾ അതിനെ ഞാൻ പറയുന്നത് അത് അവിടുത്തെ സിഗ്നിഫയർ ആണെന്നാണ്. ഇനി ഞാൻ എന്തിനെയാണോ പറയാനായിട്ട് ഉദ്ദേശിച്ചത്, ഒരു മരത്തിനെയാണ് ഞാൻ TREE കൊണ്ട് ഉദ്ദേശിച്ചത്, അല്ലെ? സോ അതിനെയാണ് ഞാൻ അവിടുത്തെ സിഗ്നിഫൈഡ് എന്ന് പറയുന്നത്. ഇത്തരം കോൺസെപ്റ്റുകളാണ് നമ്മുടെ സഷൂർ അവിടെ ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഓക്കെ, യെസ്, സിഗ്നിഫയർ ആൻഡ് സിഗ്നിഫൈഡ്. ഓക്കെ, അപ്പം ലാംഗ്വേജ് ബേസിക് കോൺസെപ്റ്റ്സ് തിയറി പെഡഗോജി ഇംഗ്ലീഷ് ഇൻ യൂസ് എന്നൊക്കെ പറയുന്നിടത്ത് ഈ കാര്യങ്ങളാണ് വരുന്നത്, ലാംഗ്വേജിലെ ബേസിക് ആയിട്ടുള്ള കോൺസെപ്റ്റുകൾ. ഇനി നമുക്ക് കുറെ അപ്രോച്ചുകൾ ഉണ്ട് ഇവിടെ കേട്ടോ. അതായത് നമ്മുടെ കമ്മ്യൂണിറ്റി ലാംഗ്വേജ് ലേണിംഗ് ഉണ്ട്, കമ്മ്യൂണിക്കേറ്റീവ് ലാംഗ്വേജ് ടീച്ചിങ് ഉണ്ട്, ഡയറക്റ്റ് മെത്തേഡ് ഉണ്ട്. ഇതൊക്കെ വരുന്ന ഒരു മേഖലയും ഈ ലാംഗ്വേജ് എന്ന യൂണിറ്റ് ആണ്. അപ്പൊ ഈ 5 യൂണിറ്റുകളെ കുറിച്ച് നിങ്ങൾക്ക് ഒരു ധാരണയായെന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ. ഡ്രാമ നിങ്ങൾക്ക് മനസ്സിലായി, പോസ്റ്റ് കൊളോണിയൽ, ബ്രിട്ടീഷ്, ഇന്ത്യൻ ഡ്രാമാസ് വന്നിട്ടുണ്ട്. ഓക്കെ അനുപമ, ഓക്കെ ശ്രീല. ഓക്കെ, യെസ്. പോയിട്രി എന്ന് പറയുമ്പോഴും മെറ്റാഫിസിക്കലും കാവലിയറും നമ്മുടെ റോയൽ പോയിറ്റ്സും അതേപോലെ തന്നെ നമ്മുടെ യൂണിവേഴ്സിറ്റി വിറ്റ്സ് ഒക്കെ ചേരുന്നതാണ് പോയിട്രി എന്ന് പറയുന്നത്. ക്ലിയർ ആവുന്നുണ്ട്? ഓക്കെ, ശരി.
ഇനി ഫിക്ഷനും ഷോർട്ട് സ്റ്റോറിയിലും നോവലുകളും പ്രധാനപ്പെട്ട ഷോർട്ട് സ്റ്റോറികളുമാണ് നമ്മൾ പഠിക്കേണ്ടത്. നോവൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇന്ത്യൻ റൈറ്റേഴ്സിന്റെ സൽമാൻ റുഷ്ദിയുടെയും അനിത ദേശായിയുടെയും കിരൺ ദേശായിയുടെയും ഒക്കെ വർക്കുകൾ പഠിച്ചിട്ട് പോവുക. അതേപോലെ തന്നെ നമ്മൾ ഇമ്പോർട്ടൻസോട് കൂടി നമ്മുടെ ഇംഗ്ലീഷ് അമേരിക്കൻ ആയിട്ടുള്ള റൈറ്റേഴ്സിന്റെ വർക്കുകളും പഠിച്ചിട്ട് പോവുക കേട്ടോ. ഇനി ഷോർട്ട് സ്റ്റോറി എന്ന് പറയുമ്പോൾ ഇബ്സന്റെയും ചെക്കോവിന്റെയും വർക്കുകൾ തന്നെയാണ് ആദ്യം പഠിക്കേണ്ടത്. നോൺ ഫിക്ഷൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്, നമ്മുടെ മിഷേൽ ഒബാമയുടെ ബിക്കമിങ് അടക്കമുള്ള വർക്കുകളാണ് അവിടെ വരുന്നത്. ലാംഗ്വേജ് ബേസിക് കോൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി. ചോംസ്കിയും സഷൂറും ഒക്കെയാണ് അവിടെ വരുന്നതെന്ന് നിങ്ങൾക്ക് കിട്ടി അല്ലെ. അപ്പൊ ഇതൊരു ബേസിക് ധാരണയാണ് കേട്ടോ. ഇത് മാത്രം പോരാ, നമുക്കിത് എൻലാർജ് ചെയ്യണം, കാരണം നെറ്റ് പരീക്ഷയാണ്. സോ അതുകൊണ്ട് നമുക്കറിയാം അല്ലെ, ടോപ്പ് പെർസെന്റേജ് അല്ലെങ്കിൽ ഹയസ്റ്റ് ആയിട്ടുള്ളവരെ മാത്രം കൺസിഡർ ചെയ്യുന്ന ഒരു പരീക്ഷയാണ്. പക്ഷെ ഞാൻ പറയാമല്ലോ, വളരെ ഈസി ആണോ. നമുക്ക് തോന്നുന്നതാണ് ഇംഗ്ലീഷിന്റെ സിലബസ്. ഇപ്പോഴും തോന്നുന്നുണ്ടോ ഇംഗ്ലീഷിന്റെ സിലബസ് വലുതാണെന്ന് ഈ 5 യൂണിറ്റുകൾ കേട്ടതിന് ശേഷം? ഇപ്പോഴും തോന്നുന്നുണ്ട്. ഓക്കെ, ഇംഗ്ലീഷിന്റെ യൂണിറ്റ് വലുത് തന്നെയാണ് കേട്ടോ, അല്ലെന്ന് പറയുന്നില്ല. എങ്കിൽ പോലും ഈ 20 മിനിറ്റിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അറിഞ്ഞില്ലേ എന്താണ് ഈ ഒരു യൂണിറ്റ് എന്ന്. ഇതേപോലെ തന്നെ നമുക്ക് പെട്ടെന്ന് ഒരു ധാരണ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എല്ലാം ഈസിയാണ്. അല്ലെങ്കിൽ ഇത്തവണ നെറ്റ് വേണമെന്ന് തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ വളരെ ഈസിയാണ് കാര്യങ്ങൾ. ഓക്കെ, ഇതേപോലെ തന്നെ ഞാൻ വേറൊരു കാര്യം കൂടെ പറയാം. അതായത് പല ആൾക്കാരെ ഞാൻ ഇപ്പൊ ഫ്രണ്ട്സിന്റെ കൂട്ടത്തിലൊക്കെ കാണുന്നുണ്ട്. അതായത് ഈ PG കഴിഞ്ഞിട്ട് ഒരുപാട് ആൾക്കാർ പ്രൈവറ്റ് ആയിട്ടൊക്കെ ഒരുപാട് ബേർഡൻ എടുത്ത് വർക്ക് ചെയ്യുന്ന സിറ്റുവേഷൻ നമ്മൾ കാണുന്നുണ്ട്. ഓക്കെ, അങ്ങനെയുള്ളവർക്കൊക്കെ ഒരു കോളേജിൽ ഒരു ഗസ്റ്റ് അധ്യാപകനായിട്ട്, അതായത് നമ്മുടെ പ്രേമം സിനിമയിൽ നമ്മുടെ മലർ മിസ്സിനെ നിങ്ങൾക്ക് എല്ലാം അറിയായിരിക്കും അല്ലെ. മലർ മിസ്സിനെ ഓർക്കുന്നില്ലേ? യെസ്, ഓക്കെ. അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഗസ്റ്റ് അധ്യാപകരായിട്ടൊക്കെ ഓർമ്മയുണ്ട്. ഓക്കെ, അബ്ദുൾ റഹ്മാൻ എല്ലാവർക്കും ഓർമ്മ വരുന്നുണ്ട്. ശരി, അപ്പൊ അതേപോലെ തന്നെ നമുക്ക് ഗസ്റ്റ് അധ്യാപകരായിട്ടൊക്കെ ഫസ്റ്റ് അറ്റംപ്റ്റിൽ ക്രാക്ക് ചെയ്യാമോ? എന്തുകൊണ്ട് ചെയ്തുകൂടാ? ഞാൻ തുടക്കത്തിലേ പറഞ്ഞില്ലേ, ഫസ്റ്റ് അറ്റംപ്റ്റും ലാസ്റ്റ് അറ്റംപ്റ്റും ഇത് തന്നെ ആക്കുക. കാരണം എന്താണ്, ഇത്തവണ തന്നെ ക്രാക്ക് ചെയ്യുക. വളരെ ഈസി ആയിട്ട് പറ്റുമോ? തോന്നുന്നതാണ്. ഡ്രാമ, പോയട്രി, ഫിക്ഷൻ, നോൺ ഫിക്ഷൻ, ലാംഗ്വേജ്, ഇത്തരം കോൺസെപ്റ്റുകളൊക്കെ വളരെ ഈസി ആയിട്ട് നമുക്ക് പറ്റും. തോന്നുന്നതാണ് ഡ്രാമ എവിടെ തീരും, അല്ലെ എവിടുന്ന് തുടങ്ങണം എവിടെ തീരും എന്നൊക്കെ തോന്നുന്നതാണ്. ഓക്കെ, നമുക്ക് ഷേക്സ്പിയറിനെയും ക്രിസ്റ്റഫർ മാർലോയെയും ബെൻ ജോൺസണെയും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഇത് വളരെ ഈസി ആയിട്ട് പറ്റും. അതൊക്കെ ആ കാര്യങ്ങളിലേക്കൊക്കെ നമുക്ക് വരാം. ഇനി ഞാനേ ഈ ഒരു സിലബസ് അനാലിസിസിൽ മറ്റൊരു കാര്യമാണ് പറയുന്നത്. നമ്മുടെ യൂണിറ്റ് 6 ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ, ഹിസ്റ്ററി, എവല്യൂഷൻ ആൻഡ് ഫ്യൂച്ചേഴ്സ്. സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കൂടുതൽ മാർക്ക് കിട്ടുന്ന ഒരു ഏരിയ ആണോ ഈ യൂണിറ്റ് 6 എന്ന് പറയുന്നത്. പഠിച്ചില്ലെങ്കിലും മാർക്ക് കിട്ടുമെന്ന് തന്നെ ഞാൻ പറയും. കാരണം ഇംഗ്ലീഷ് ഇന്ത്യയിൽ വന്നപ്പോൾ ഉള്ള ഇമ്പോർട്ടൻസ് നമുക്കറിയാം ഇല്ലേ. ഇംഗ്ലീഷ് ഇന്ത്യയിൽ വന്നപ്പോൾ ഉള്ള ഇമ്പോർട്ടൻസ്, അല്ലെങ്കിൽ നമ്മുടെ ബ്രിട്ടീഷേഴ്സ് നമ്മളോടുള്ള സ്നേഹം കൊണ്ടല്ലല്ലോ ഇംഗ്ലീഷ് നമ്മളെ പഠിപ്പിച്ചത്. അവർക്ക് കുറെ ബ്ലൂ കോളർ ജോലികൾ ചെയ്യാനുള്ള ആൾക്കാരെ ആവശ്യമായിരുന്നു അല്ലെ. ഇതല്ലേ സത്യം അല്ലെ? അതിന്റെ ഒരു ഹിസ്റ്ററി നിങ്ങൾക്ക് അറിയില്ലേ? അതെ, ഓക്കെ. സോ അവർക്ക് ബ്ലൂ കോളർ ജോലികൾ ചെയ്യാനായിട്ടൊക്കെ ഒരുപാട് ആൾക്കാരെ ആവശ്യമായിരുന്നു. സോ അതിനു വേണ്ടിയാണ് നമ്മളെ നിർബന്ധിച്ച് ഇംഗ്ലീഷ് പഠിപ്പിച്ചത്. അപ്പം അന്ന് നമ്മളെ ശിക്ഷിക്കാൻ വേണ്ടി ചെയ്തത് നമുക്കൊരു വരമായെന്ന് പറഞ്ഞാൽ മതിയല്ലോ. നമുക്ക് ഇന്ന് ഇംഗ്ലീഷില് ലിംഗ്വ ഫ്രാങ്കോ ഓഫ് ദ മോഡേൺ ഇറ എന്നറിയപ്പെടുന്ന ഇംഗ്ലീഷില് മുൻപിൽ നിൽക്കുന്ന ഒരു രാജ്യമായിട്ട് തന്നെ ഇന്ത്യ വളർന്നിട്ടുണ്ട്. അപ്പം ഇംഗ്ലീഷ് ഇൻ ഇന്ത്യ, ഇംഗ്ലീഷ് ഇന്ത്യയിൽ എത്തിയപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ, നമുക്കുണ്ടായ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് നമ്മുടെ എഡ്യൂക്കേഷനിൽ തന്നെയാണ്. ഇതിൽ ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. അതെ, ഇംഗ്ലീഷ് മാത്രമേ ഉള്ളൂ. ദാറ്റ് മീൻസ് ഇംഗ്ലീഷിന്റെ ഫോക്കസ് ഏരിയ മാത്രമാണ് വരുന്നത്. ഇംഗ്ലീഷ് എങ്ങനെ ഇന്ത്യയിൽ എത്തി, അതിന് സഹായിച്ച കുറെ കമ്മീഷൻസ് ഒക്കെ ഉണ്ട്. നമ്മുടെ മെക്കൗളി മിനിറ്റ്സിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ടോ? മെക്കൗളി മിനിറ്റ്സ്, യെസ്, മെക്കൗളി മിനിറ്റ്സ്. ഓക്കെ, ഇതിനെയാണ് നമ്മുടെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ ഇന്ത്യയിൽ വരാനുള്ള ഒരു കാരണമായിട്ട് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, സോ അങ്ങനെയുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങൾ, ഇംഗ്ലീഷ് എങ്ങനെ ഇന്ത്യയിൽ എത്തി, അതിന്റെ എവല്യൂഷൻ എന്താണ്, ഹിസ്റ്ററി എന്താണ്, ഫ്യൂച്ചർ എന്താണ്. ഫ്യൂച്ചർ നമുക്ക് ഇപ്പൊ പറയാനേ പറ്റൂ അല്ലെ, അല്ലെങ്കിൽ ഇനിയുള്ള ഫ്യൂച്ചർ നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാനേ പറ്റൂ. വളരെ മുന്നിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് അല്ലെ. ഓരോ സാഹചര്യത്തിലും ഒരു 2 വർഷത്തിനുള്ളിൽ പബ്ലിഷ് ചെയ്യുന്ന പുസ്തകങ്ങളുടെ ഒരു എണ്ണം പരിശോധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇന്ത്യയിൽ നിന്നുള്ള ഒരുപാട് എഴുത്തുകാരുണ്ട്. ഇന്ത്യയിൽ നിന്നുള്ള ഒരുപാട് എഴുത്തുകാർ അവരുടെ വർക്കുകളിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. അപ്പൊ ജനറൽ ആയിട്ട് പഠിക്കാൻ പറ്റുന്ന ഒരു യൂണിറ്റ് ആണ് 6ാമത്തെ യൂണിറ്റ്. നോട്ട് ചെയ്ത് വെച്ചോ കേട്ടോ. കാരണം എന്താണ്, ജനറൽ ആയിട്ട് തന്നെ നമുക്ക് പഠിക്കാൻ പറ്റും. സബ്ജക്റ്റിന്റെ സിലബസ്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ഏരിയയിൽ വരുന്നതേ ഞാൻ പറയുകയാണെങ്കിൽ ഇംഗ്ലീഷ് ഇൻ ഇന്ത്യയിൽ വരുന്ന നമുക്കിവിടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കമ്മീഷൻസ് ഏതൊക്കെയാണ്, മെക്കൗളി മിനിറ്റ്സ് അടക്കമുള്ള കാര്യങ്ങൾ, ഇമ്പോർട്ടന്റ് കമ്മീഷൻസ്. ഇനി ഇംഗ്ലീഷ് ഇന്ത്യയിൽ എത്തിയപ്പോൾ നമുക്ക് ഒരുപാട് വേർഡ്സ് ഒക്കെ വന്നു. ബൈലിംഗ്വൽ റൈറ്റേഴ്സ് എന്ന് കേട്ടിട്ടില്ലേ? ഒരു ബൈലിംഗ്വൽ റൈറ്ററിന് ഉദാഹരണം പറഞ്ഞേ, ഇന്ത്യയിൽ നിന്നുള്ള ഒരു ബൈലിംഗ്വൽ റൈറ്റർ ആരെങ്കിലും പറഞ്ഞേ? ബൈലിംഗ്വൽ ആയിട്ടുള്ള ഇന്ത്യയിൽ നിന്നുള്ള ഒരു റൈറ്ററിന്. യെസ്, കമലാദാസ്. കമലാദാസിനെ പറയുമെന്നാണ് ഞാനും എക്സ്പെക്ട് ചെയ്തത്. ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ട്, കൂട്ടത്തിൽ കമലാദാസ് ആണ് വളരെ പോപ്പുലർ. കമലാദാസിന്റെ പെൻ നെയിം എന്തായിരുന്നു? പെൻ നെയിം ജുംബ ലാഹിരി, ഗിരീഷ് കർണാഡ്. വെൽ ഡൺ. കമലാദാസിന്റെ പെൻ നെയിം എന്താ?
ലോകത്തെ എല്ലാവർക്കും അറിയാവുന്ന ഒരു പെണ്ണിയും കമലാദാസനുണ്ട്. എന്താ? മാധവിക്കുട്ടി. വെൽ ഡൺ. അപ്പൊ മാധവിക്കുട്ടി, നമ്മുടെ മാധവിക്കുട്ടി ഒക്കെ എഴുതി സമ്പന്നമാക്കിയ നമ്മുടെ ഇന്ത്യൻ ലിറ്ററേച്ചർ ഒക്കെ വരുന്നത് ഈ ഒരു യൂണിറ്റ് 6-ലാണ് കേട്ടോ. അപ്പം ഇവിടെ ഇമ്പോർട്ടന്റ് കമ്മീഷൻസ് പഠിക്കാനായിട്ടുണ്ട്. ഇനി നമുക്ക് ബൈലിംഗ്വൽ ആയിട്ടുള്ള എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ അവരുടെ റീജിയണൽ ലാംഗ്വേജിലും ഇതിന് പുറമെ ഇംഗ്ലീഷിലും എഴുതിയ ഒരുപാട് റൈറ്റേഴ്സ് ഉണ്ട്. അവരെ കുറിച്ചും ഈ ഒരു യൂണിറ്റ് 6-ൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഇനി യൂണിറ്റ് 7-ലേക്ക് വരികയാണെങ്കിൽ കൾച്ചറൽ സ്റ്റഡീസ് ആണ് നമ്മൾ പഠിക്കുന്നത്. കൾച്ചറൽ സ്റ്റഡീസ്. ഈ കൾച്ചറൽ സ്റ്റഡീസ് എന്ന യൂണിറ്റിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? വളരെ നല്ലൊരു യൂണിറ്റ് ആണെന്ന് തോന്നുന്നവർക്ക് തംസ് അപ്പ് ഇടാം. ഇനി ബുദ്ധിമുട്ടിച്ചുള്ളവർക്ക് തംസ്. ഓക്കെ, ശ്രീലക്ഷ്മി വിനയൻ, യെസ്, കുഴപ്പമില്ലാത്ത. ഓക്കെ ഓക്കെ, ഇൻട്രസ്റ്റിംഗ് ആണ്. യെസ്, അത് തന്നെയാണ് ഞാൻ പ്രതീക്ഷിച്ച ഒരു ഉത്തരം കേട്ടോ. ഇൻട്രസ്റ്റിംഗ് ആണ്. ഒന്നും അറിയില്ല ഈ ചാപ്റ്റർ. ഓക്കെ, അത് പഠിക്കാം ഷഹന, അത് പഠിക്കാം. ശരി, ഈ ഒരു യൂണിറ്റിലെ നമ്മൾ അറിയേണ്ട കാര്യങ്ങൾ എന്ന് പറയുന്നത് കൾച്ചറൽ സ്റ്റഡീസ് എന്ന് പറയുമ്പോൾ ഞാനേ നിങ്ങൾക്ക് നോട്ട് ചെയ്യേണ്ട ഒരു സെന്റൻസ് തന്നെ പറയാണ്. ലിറ്ററേച്ചർ ഈസ് ദ മിറർ ഓഫ് സൊസൈറ്റി, അല്ലെങ്കിൽ ലിറ്ററേച്ചർ ഈസ് ദ സോൾ ഓഫ് സൊസൈറ്റി എന്ന് കേട്ടിട്ടുണ്ടോ? ഇത് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാടും ഉണ്ടായിരിക്കുന്ന ക്രോണോളജി ഡിഫിക്കൽട്ട് ഫ്രം ദ സെക്ഷൻ. ഓക്കെ, ക്രോണോളജിക്കൽ ഓർഡർ കുറച്ച് അത് നമ്മൾ ക്രാക്ക് ചെയ്യുക, അല്ലെങ്കിൽ കോഡുകൾ ഉപയോഗിച്ചാണ് നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ പ്രീ റെക്കോർഡഡ് സെക്ഷനുകളൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് കുട്ടികൾ ആ ഒരു 7th സെക്ഷൻ നമ്മൾ പഠിപ്പിച്ചത് കേട്ടോ. കോഡുകൾ ഉപയോഗിച്ച് അങ്ങ് പഠിപ്പിച്ചു പോവുകയാണ് ചെയ്തത്. ഓക്കെ, ശരി. അപ്പൊ കൾച്ചറൽ സ്റ്റഡീസിലെ എന്താ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ചുറ്റുപാടുമുള്ള കൾച്ചർ നമ്മൾ റിഫ്ലക്ട് ചെയ്തിരിക്കുന്നത് ഇവിടെയാണ്. മാത്യു അർണോൾഡിന്റെ കൾച്ചർ ആൻഡ് അനാർക്കി കേട്ടിട്ടുള്ളവർ ഒന്ന് തംസപ്പ് ഇട്ടേ. കൾച്ചർ ആൻഡ് അനാർക്കി, മാത്യു അർണോൾഡ്. ഹൈ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ചോദ്യമാണ്. എപ്പോഴും വരും മാത്യു അർണോൾഡിൽ നിന്നൊരു ചോദ്യം. ഓക്കെ, ഇനി കൾച്ചറൽ സ്റ്റഡീസിലെ വേറൊരു ഏരിയ പറയാം. ടച്ച്സ്റ്റോൺ മെത്തേഡ് എന്ന് കേട്ടിട്ടുണ്ടോ? ഹൗ മെനി ക്വസ്റ്റ്യൻസ് ഫ്രം ഈച്ച് മൊഡ്യൂൾ. അത് നമുക്ക് പറയാൻ പറ്റില്ല. അത് നമുക്ക് ഹൈ ഇമ്പോർട്ടൻസ് ഉള്ള യൂണിറ്റുകൾ എന്ന് മാത്രമേ പറയാൻ പറ്റത്തുള്ളൂ കേട്ടോ. അല്ലാതെ ഓരോ സമയങ്ങളിലും വ്യത്യസ്തമായിട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ഈ 10 യൂണിറ്റുകളും ഇമ്പോർട്ടന്റ് ആണ്. യെസ്, ടച്ച്സ്റ്റോൺ മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ടച്ച്സ്റ്റോൺ മെത്തേഡ് അർണോൾഡ്, മാത്യു അർണോൾഡ്. പഴയകാല എഴുത്തുകാരുടെ പുസ്തകങ്ങളിൽ നിന്നും അതിന്റെ ക്വാളിറ്റി മനസ്സിലാക്കി പുതിയ എഴുത്തുകാരുടെ ബുക്കുകളെ അസസ് ചെയ്യുക എന്നുള്ളതാണ് ടച്ച്സ്റ്റോൺ മെത്തേഡ് കൊണ്ട് മാത്യു അർണോൾഡ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. എപ്പോഴും ചോദിക്കാറുണ്ട് ടച്ച്സ്റ്റോൺ മെത്തേഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണെന്ന്. അത് മാത്യു അർണോൾഡ് ആണ്. ഓക്കെ, അപ്പൊ കൾച്ചറൽ സ്റ്റഡീസിൽ നിന്ന് വേണ്ട മറ്റൊരു കാര്യം കിട്ടിയല്ലോ. കൾച്ചർ ആൻഡ് അനാർക്കി, മാത്യു അർണോൾഡ്. ഇനി കൾച്ചറിനെ കുറിച്ചുള്ള ഡെഫിനിഷൻ. കൾച്ചർ എന്ന വാക്ക് വന്നിരിക്കുന്നത് ഏത് വാക്കിൽ നിന്നാണ്? കൾച്യൂറ എന്ന വാക്കിൽ നിന്നാണ് കൾച്ചർ എന്ന വാക്ക് വന്നിരുന്നത്. കൾച്യൂറ. ഓക്കെ, CULTURA, കൾച്യൂറ എന്ന വാക്ക്. ഓക്കെ, അപ്പൊ ഇതൊക്കെയാണ് ഇവിടെ നിന്നും കൂടുതലും ചോദിക്കാറുള്ളത്. ഇനി നമുക്ക് 8ാമത്തെ യൂണിറ്റിലേക്ക് പോവുകയാണെങ്കിൽ ലിറ്റററി ക്രിറ്റിസിസം ആണ് നിങ്ങൾ അവിടെ കാണുന്നത്. ഓക്കെ, ലിറ്റററി ക്രിറ്റിസിസം. ഈ ഒരു യൂണിറ്റിന്റെ പ്രത്യേകത പറയുകയാണെങ്കിൽ നമുക്ക് കൂടുതലും ഇവിടെ കാണാനായിട്ട് പറ്റുന്നത്. ഓക്കെ, അപ്പൊ ഈ ലിറ്റററി ക്രിറ്റിസിസത്തിൽ നിങ്ങൾ കൂടുതലും കാണുന്നതെന്ന് പറയുന്നത് നമ്മുടെ ഹൈ ഇമ്പോർട്ടൻസ് ഉള്ള ഫോക്കസ് ഏരിയാസ് എന്ന് പറയുന്നത് ലിറ്റററി തിയറീസ് തന്നെയാണ്. ഓക്കെ, സോ ഇതിനൊരു എക്സാമ്പിൾ ഞാൻ പറയാം. സ്റ്റീഫൻ ഗ്രീൻബാൾട്ട് എന്നും അതേപോലെ തന്നെ നമ്മുടെ സ്റ്റീഫൻ ഗ്രീൻബാൾട്ട്, ആന്റോണിയോ ഗ്രാംചി എന്നൊക്കെ കേട്ടിട്ടില്ലേ? സ്റ്റീഫൻ ഗ്രീൻബാൾട്ട്, ആന്റോണിയോ ഗ്രാംചി. യെസ്, ഓക്കെ, ശരി. അതേപോലെ തന്നെ നമ്മുടെ അൽത്യൂസറിനെ കേട്ടിട്ടുണ്ടോ? അൽത്യൂസർ, നോട്ട് ചെയ്തോണേ. അൽത്യൂസർ. ഓക്കെ, അപ്പൊ ഇവരുടെയൊക്കെ പേരുകൾ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളുക. ഇവരുടെ വർക്കുകളാണ് ഈ ഒരു യൂണിറ്റിൽ നിന്നും ചോദിക്കുന്നത് കേട്ടോ. അൽത്യൂസർ, സ്റ്റീഫൻ ഗ്രീൻബാൾട്ട്, അതേപോലെ തന്നെ നമ്മുടെ അർണോൾഡിനെ ക്രിറ്റിസിസത്തിലും ചോദിക്കാറുണ്ട് കേട്ടോ. ക്രിറ്റിസിസത്തിലും ചോദിക്കാറുണ്ട്. ഇനി ലിറ്റററി ക്രിറ്റിസിസം അല്ലെങ്കിൽ ഹു ഈസ് നോൺ ആസ് ദ ഫാദർ ഓഫ് ഇംഗ്ലീഷ് ക്രിറ്റിസിസം? ആൻസേഴ്സ് പോരട്ടെ. യെസ്, ജോൺ ഡ്രൈഡൻ. അപ്പൊ ജോൺ ഡ്രൈഡനെ കുറിച്ച് ഇവിടെ ചോദിക്കാറുണ്ട് കേട്ടോ. അപ്പൊ ഡ്രൈഡൻ, അൽത്യൂസർ, സ്റ്റീഫൻ ഗ്രീൻബാൾട്ട്, അതേപോലെ തന്നെ നമ്മുടെ ഡെറീഡ. ഓക്കെ, ജാക്വസ് ഡെറീഡ. ഈ ഡീകൺസ്ട്രക്ഷൻ എന്ന ഐഡിയ കൊണ്ടുവന്നത് ആരാണ്? ഡീകൺസ്ട്രക്ഷൻ. ആൻസേഴ്സ് പോരട്ടെ. ഡീകൺസ്ട്രക്ഷൻ, ഡെറീഡ. ഓക്കെ, റൊണാൾഡ് അല്ല, റൊണാൾഡ് ബാർട്സിനെ നമുക്ക് പഠിക്കാനുണ്ട്. പക്ഷേ ഡീകൺസ്ട്രക്ഷൻ ഡെറീഡയുടെ അതാണ് കേട്ടോ. ഓക്കെ ഓക്കെ, ശരി. പോൾ ഡിമാൻ. ഓക്കെ, ഇവരെയൊക്കെയാണ് നമുക്ക് ഈ ഒരു ലിറ്റററി ക്രിറ്റിസിസത്തിൽ പഠിക്കേണ്ടത്. ശരി, അപ്പൊ ഇവരെ കുറിച്ചാണ് നമ്മുടെ ക്ലാസ്സുകളിൽ നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓരോ ഏരിയാസിലും എല്ലാം ഒന്നും വേണ്ട, കുറച്ച് പീക്ക് ഏരിയാസ് ഉണ്ട്. അത് മാത്രമായിട്ട് ഈ റൈറ്റേഴ്സിന്റെ വർക്കുകളൊക്കെ നോക്കിയാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത് കേട്ടോ. ശരി, സോ അടുത്തതായിട്ട് നമുക്ക് വരുന്ന ഒരു ഏരിയ എന്ന് പറയുന്നത് നമ്മുടെ ലിറ്റററി തിയറി പോസ്റ്റ് വേൾഡ് വാർ സെക്കൻഡ് എന്നുള്ള ഒരു ഏരിയ ആണ്. കാണുന്നുണ്ടോ? ലിറ്റററി തിയറി പോസ്റ്റ് വേൾഡ് വാർ സെക്കൻഡ്. സോ ഇതിനകത്തില് നമുക്ക് കൂടുതലും കാണാൻ പറ്റുന്നതെന്ന് പറയുന്നത് നമ്മുടെ
എന്താണ് ലിറ്റററി തിയറിയിൽ വരുന്നത് പോസ്റ്റ് വേൾഡ് വാറിന് ശേഷമുള്ള നമ്മുടെ തിയറീസ് ഏതൊക്കെയാണ്. ഓക്കെ, പോസ്റ്റ് വേൾഡ് വാറിന് ശേഷം വരുന്ന ന്യൂ ഹിസ്റ്റോറിസിസം എന്ന ഐഡിയ വരുന്നുണ്ട്. ഇത്തരം കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ഏരിയയിൽ വരുന്നത്. ലിറ്റററി തിയറി, പോസ്റ്റ് വേൾഡ് വാർ സെക്കൻഡ്, അതേപോലെ തന്നെ നമ്മുടെ തിയറിസ്റ്റുകളെ കുറിച്ച്, തിയറിസ്റ്റുകൾ എന്ന് പറയുമ്പോൾ ഡെറിഡയെ കുറിച്ച് വരുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സ്റ്റീഫൻ ഗ്രീൻബാൾട്ടിനെ കുറിച്ച് ഇവിടെയും വരുന്നുണ്ട്. ഇനി ആർക്കിടിപ്പൽ ക്രിറ്റിസിസം എന്ന് കേട്ടിട്ടുണ്ടോ? ആർക്കിടിപ്പൽ ക്രിറ്റിസിസം ഒന്ന് റെസ്പോണ്ട് ചെയ്തേ. യെസ്, അതെ അതെ, ആർക്കിടിപ്പൽ ക്രിറ്റിസിസം ഒക്കെ ചോദിക്കുന്നത് ഇവിടെയാണ് കേട്ടോ, ലിറ്റററി തിയറിയിലാണ് ചോദിക്കുന്നത്. ആർക്കിടിപ്പൽ ക്രിറ്റിസിസം എന്ന് പറയുന്നത് മിത്സിന്, അതെ അതെ, നോർത്ത് ഓഫ് ഫയർ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് ഈ ആർക്കിടിപ്പൽ ക്രിറ്റിസിസം കൊണ്ടുവന്നത്. അദ്ദേഹത്തിനെ കുറിച്ച് ഇവിടെ നിന്ന് ചോദിക്കാറുണ്ട്. ഇത്തവണത്തെ പരീക്ഷയ്ക്ക് നമുക്ക് ലിറ്റററി തിയറി പോസ്റ്റ് വേൾഡ് വാർ സെക്കൻഡിൽ നിന്ന് എണ്ണി നോക്കിയപ്പോൾ 6 ചോദ്യങ്ങൾ എനിക്ക് കാണാനായിട്ട് സാധിച്ചു. ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നത് 6 ചോദ്യങ്ങളാണ് ഈ ഒറ്റ യൂണിറ്റിൽ നിന്ന്. ഇനി നമുക്ക് ലാസ്റ്റ് യൂണിറ്റ് വരുന്നത് ഒരു ജനറൽ ആയിട്ടുള്ള ഐഡിയ ആണ്, അല്ലെങ്കിൽ നമ്മുടെ പേപ്പർ 1 പഠിക്കുന്നവർക്ക് കുറച്ച് ഈസി ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. റിസർച്ച് മെത്തേഡുകളാണ് ഇനി ഹൈ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടതെന്ന് പറയുന്നത്. നമ്മുടെ റിസർച്ച് മെത്തേഡ്സ് ആൻഡ് മെറ്റീരിയൽസ് ഇൻ ഇംഗ്ലീഷ്. ഇംഗ്ലീഷിൽ നമ്മൾ ഒരു PhD, ഒരു തീസിസ് ചെയ്യുമ്പോൾ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് യൂണിറ്റ് 10 വരുന്നത്. ഓക്കെ, ഈസി അല്ലേ? ഈ ഒരു 10 യൂണിറ്റിന്റെ അനാലിസിസ് നിങ്ങൾക്ക് ക്ലിയർ ആയോ? ഒന്ന് മനസ്സിലായില്ലേ കുറച്ച് കാര്യങ്ങളൊക്കെ? അതെ അതെ, ഓക്കെ, ശരി. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു യൂണിറ്റിൽ കേട്ടോ. ബുദ്ധിമുട്ടിക്കൊന്നും ഞാൻ പറയില്ല, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നമുക്ക് പഠിച്ചു മാറ്റാൻ പറ്റുമോ. ഓരോരോ ഏരിയ ആയിട്ട് ഇപ്പൊ 2 യൂണിറ്റുകളൊക്കെ വെച്ചിട്ട് പഠിച്ചു പോവുകയാണെങ്കിൽ പറ്റും. ഇനി ഞാൻ ഉപയോഗിച്ച ഒരു സ്ട്രാറ്റജി കൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം. 5 മണിക്കൂർ വെച്ച് നിങ്ങൾക്ക് ദിവസം പഠിക്കാനുണ്ടാവോ? 5 മണിക്കൂർ, 5 അല്ലെങ്കിൽ 5-ൽ താഴെ, അത് കൂടുതലൊന്നും പറയില്ല. ഓക്കെ, ആൻസിക്കില്ല, ശ്രീല, ഓക്കെ, ശരി ശരി. പറ്റുന്നവർക്ക് ഞാനൊരു 5 മണിക്കൂർ സ്ട്രാറ്റജി പറഞ്ഞുതരാം. ഇനി അത് പറ്റാത്തവര് നിങ്ങളുടേതായ രീതിയിൽ അതിനെ ചുരുക്കാൻ ശ്രമിച്ചോ. ഞാൻ എന്താ ചെയ്തതെന്ന് വെച്ചാൽ, ആക്ച്വലി നമ്മള് മോർണിംഗിൽ ഒരു ടൈം ഷിഫ്റ്റ് ചെയ്യാം. ഫോർ എക്സാമ്പിൾ പേപ്പർ 1 ഒക്കെ പഠിക്കാനായിട്ട് എനിക്കിപ്പോ പേപ്പർ 1 ആയിരുന്നു ബുദ്ധിമുട്ട്. പേപ്പർ 2 എനിക്ക് വളരെ ഈസി ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് എപ്പോഴും ഫീൽ ചെയ്യും. ഇപ്പോഴും അപ്പോഴും എല്ലാം അങ്ങനെ തന്നെയായിരുന്നു. അത് എപ്പോഴും ഞാൻ പറയാറുണ്ട്. പേപ്പർ 2 സിമ്പിൾ ആണ്, നമ്മുടെ പേപ്പർ ഈസിയാണ്. നോട്ട് എഴുതാൻ ടൈം എടുക്കുന്നു. ഓക്കെ, നോട്ട് എഴുതി തന്നെ പഠിക്കണം. നോട്ട് എഴുതി പഠിക്കുന്ന പഠനമാണ്, അല്ലെങ്കിൽ നെറ്റ് ക്രാക്ക് ചെയ്യുന്ന ആൾക്കാരോട് ചോദിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് നോട്ട് എഴുതി പഠിക്കുന്നവർക്ക് തന്നെയാണ് ഈ നെറ്റ് കിട്ടുന്നത്. കേട്ടോണ്ടിരിക്കുന്നെങ്കിൽ പോലും നമ്മൾ കൃത്യമായിട്ട് നമ്മുടെ കൈവിരൽ കൊണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കൈ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക, എഴുതാനായിട്ട് ശ്രമിക്കുക. അങ്ങനെ നമ്മൾ കൈ വെച്ചിട്ട് എഴുതുമ്പോൾ കിട്ടുന്ന ഗുണം, നമ്മുടെ ബ്രെയിനും കൈയും തമ്മിൽ ഒരു സിങ്ക് ഉണ്ട് എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. ഈ കൈ വെച്ചിട്ട് എഴുതി ഹൈലൈറ്റ് ചെയ്ത് വെക്കുന്ന കാര്യങ്ങളൊക്കെ ബ്രെയിനിൽ ഉണ്ടാവാറുണ്ട്. അപ്പൊ പേപ്പർ 1 ഞാനിപ്പം ടൈം പറയുകയാണെങ്കിൽ ഒരു 4 മണി മുതൽ 6 മണി വരെയുള്ള സമയം, രാവിലത്തെ 4 മണി മുതൽ 6 മണി വരെയുള്ള സമയം, ഇത് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് ഫ്ലെക്സിബിൾ ആയിട്ടുള്ള സമയം എടുത്തോ. ഈ സമയം പേപ്പർ 1 മാറ്റിവെക്കുകയാണെങ്കിൽ പേപ്പർ 2 വേണ്ടി നമുക്ക് ഒരു 8 മണി മുതൽ 10 മണി വരെയുള്ള സമയം മാറ്റിവെക്കാൻ പറ്റും. ഇത് ജോലിക്ക് പോകുന്നവർക്കും ഹൗസ് വൈഫ്സിനും ഒക്കെ പറ്റുമെന്ന് വിശ്വസിക്കുന്ന ഒരു സമയമാണ് ഞാൻ പറയുന്നത്. ഇനി എനിക്കറിയാം കുട്ടികൾക്കൊക്കെ ഹോംവർക്ക് ഒക്കെ ചെയ്യിപ്പിക്കേണ്ട അമ്മമാരൊക്കെ ഉണ്ടാവും ഈ ക്ലാസ്സിൽ, ഇല്ലേ? ഓക്കെ, അവർ പഠിക്കുന്നുണ്ട്, ശരി ശരി, ഓക്കെ ശരി. അപ്പോഴേ ഹൗസ് വൈഫ്സ് ഒക്കെ ഉണ്ടാവില്ലേ, അല്ലെങ്കിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന വർക്കേഴ്സ് ഒക്കെ ഉണ്ടാവും അല്ലെ? സോ അവർക്കൊക്കെ ചെയ്യാൻ പറ്റുന്നത് ഒരു 5 മണിക്കൂർ എങ്ങനെയും കണ്ടെത്താൻ ശ്രമിക്കാം. അതായത് നല്ല ഉറക്കം കിട്ടണം, ഗുഡ് ഹെൽത്തി സ്ലീപ്പിന് പുറമെ ഒരു 5 മണിക്കൂർ കണ്ടെത്തുകയാണെങ്കിൽ 4 മണി മുതൽ 6 മണി വരെയും ഈ 8 മണി മുതൽ 10 മണി വരെയുള്ള സമയം ഞാൻ പറയുകയാണെങ്കിൽ, രാവിലത്തെ സമയം പേപ്പർ 1-നും വൈകിട്ട് രാത്രിയിലുള്ള സമയം പേപ്പർ 2-നുമായിട്ടാണ് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്, അല്ലെങ്കിൽ എനിക്കൊരു സ്റ്റഡി പ്ലാനിൽ സക്സസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്. ഇനി ഇതിന് പുറമെ ഞാൻ 1 മണിക്കൂറിന്റെ കാര്യം പറഞ്ഞില്ലേ, നിങ്ങൾ ശ്രദ്ധിച്ചില്ലേ? 5 മണിക്കൂർ എന്നല്ലേ പറഞ്ഞത്, 4 ആയിട്ടുള്ളൂ. ആ 1 മണിക്കൂർ എങ്ങനെ ഒപ്പിക്കുന്നതെന്ന് അറിയാവോ? അതെങ്ങനെയാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ചിലപ്പോൾ ജോലിക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ക്ലാസ് എടുക്കാനൊക്കെ പോകുന്നതിന്റെ ഇടയിലായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പം ഏതെങ്കിലുമൊക്കെ ബ്രേക്ക് ടൈമിൽ. നിങ്ങൾ ബസ്സിലൊക്കെ സഞ്ചരിച്ച് ജോലിക്ക് പോകുന്നവരുണ്ടോ? ഉണ്ടോ? ഓക്കെ, എല്ലാവരും അല്ലാതെ പഠിക്കുന്നവരാണ്. ഓക്കെ ഓക്കെ, ഉണ്ടാ, ശരി ശരി, ഓക്കെ. അപ്പോഴേ ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ട്രാവൽ ചെയ്യുന്നതിന്റെ ഇടയിൽ കുറച്ച് പഠിക്കാം. സോ അങ്ങനെയാണെങ്കിൽ ഞാൻ എവിടുന്ന് ആ മെറ്റീരിയൽ എടുത്തതെന്ന് അറിയാവോ? ഞാൻ നമ്മുടെ ഐപ്ലസിന്റെ തന്നെ നമ്മുടെ എയിം JRF-ന്റെ ടെസ്റ്റ് സീരീസുകൾ അവൈലബിൾ ആണ് കേട്ടോ. സോ അതായിരുന്നു ഞാൻ ആ സമയത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ബസ്സിൽ ഇരുന്നൊക്കെ പോകുമ്പോൾ എനിക്ക് നോട്ട് എഴുതാനൊന്നും പറ്റത്തില്ല, കാരണം നമ്മൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയല്ലേ. സോ ആ സമയത്ത് നമ്മുടെ എയിം JRF-ന്റെ ടെസ്റ്റ് സീരീസ് ഇങ്ങോട്ട് എടുക്കും, ഒരു 5 or 10 ചോദ്യങ്ങൾ വെച്ച് ചെയ്തു പോകും. അങ്ങനെ ക്വസ്റ്റ്യൻസ് എല്ലാം ചെയ്ത് തീർക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെ ആയിരുന്നു ഈ 1 മണിക്കൂർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം രാവിലത്തെ 2, വൈകിട്ടത്തെ അല്ലെങ്കിൽ രാത്രിയിലത്തെ 2 മണിക്കൂർ, ട്രാവൽ ചെയ്യുമ്പോഴും ജോലി ചെയ്യുമ്പോഴും ഇടയ്ക്കുള്ള 1 മണിക്കൂർ, അങ്ങനെ അറേഞ്ച് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ.
അപ്പൊ അതൊക്കെ വളരെ നമുക്ക് ഇപ്പൊ ആലോചിക്കുമ്പോൾ വളരെ രസകരമായിട്ട് തോന്നും, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്താണല്ലോ കിട്ടിയതെന്നൊക്കെ ഇപ്പൊ ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾക്കും നിങ്ങളുടേതായിട്ടുള്ള സ്റ്റഡി പ്ലാൻ കൊണ്ടുവരാം. 3 മണിക്കൂർ പഠിച്ചാലും മതി, കിട്ടില്ല എന്ന് പറയുന്നില്ല, പക്ഷെ കൺസിസ്റ്റന്റ് ആയിട്ട് പഠിക്കണം, എന്നും പഠിക്കണം. ഇന്ന് 3 മണിക്കൂർ കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ആഴ്ച 3 മണിക്കൂർ പഠിക്കാനിരുന്നാൽ നടക്കില്ല. നിങ്ങൾക്ക് തന്നെ ഉറപ്പായിട്ട് ഇപ്പോഴേ ഞാൻ ഇവിടെ ഇരിക്കുന്നതിൽ നിങ്ങളോടൊക്കെ ചോദിക്കാം, സത്യസന്ധമായിട്ട് നിങ്ങൾക്ക് എത്ര മണിക്കൂർ ഒരു ദിവസം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും? ഒന്ന് കമന്റ് ചെയ്തേ. നെറ്റ് ആൻഡ് സെറ്റ് യു പ്ലാൻ. ഓക്കെ ഞാൻ പ്ലാൻ ചെയ്തത് ഇങ്ങനെ തന്നെയായിരുന്നു, നെറ്റിനും സെറ്റിനും ഒക്കെയുള്ള എന്റെ പ്ലാൻ. ഓക്കെ, 6 തൊട്ട് 7 വരെ. ശ്രീല, വെൽ ഡൺ. യെസ്, 6 തൊട്ട് 7 വരെയൊക്കെ പറ്റുമെങ്കിൽ ഒരു JRF ഹോൾഡറിനെ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഷഹനയ്ക്ക് 8 മണിക്കൂർ കിട്ടും. വെൽ ഡൺ. ഓക്കെ, അപ്പോഴേ ഇന്ന് പോരാ, എന്നും മാക്സിമം 1 മണിക്കൂർ ആൻസി, അത് യൂസ് ചെയ്താൽ മതി. ആൻസി മാക്സിമം 1 മണിക്കൂർ, 8 മണിക്കൂർ അല്ലെങ്കിൽ 7 മണിക്കൂർ തന്നെ വേണമെന്നില്ല, 1 മണിക്കൂർ മതി. അത് ഫലപ്രദമായിട്ട് ഉപയോഗിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. 2 മണിക്കൂർ പഠിച്ചിട്ട് നെറ്റ് ക്വാളിഫൈ ആയ ഫ്രണ്ട്സ് എനിക്കുണ്ട്, 1.5 മണിക്കൂർ കൊണ്ട് പഠിച്ചവരുണ്ട്. സോ ഇതൊക്കെ ചെയ്തവരുണ്ട്. ഇനിയും എന്റെ ഒരു ഫ്രണ്ട് വെറും 3 മാസേ അവള് ഡെഡിക്കേറ്റഡ് ആയിട്ട് ഇരുന്നുള്ളൂ, പക്ഷെ ഒരുപാട് സമയം ഇൻവെസ്റ്റ് ചെയ്തു, അവർക്ക് നെറ്റ് കിട്ടി. സോ അങ്ങനെയുള്ള ഒരുപാട് സക്സസ് സ്റ്റോറീസ് നമുക്കുണ്ട്. കുറച്ച് ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ളതല്ല നെറ്റ്, അങ്ങനെയും വിചാരിക്കേണ്ട. ഈ ടീച്ചർക്ക് ഇത്രയും അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ആയി പഠിക്കണം, അത് മസ്റ്റ് ആണ്. കൺസിസ്റ്റന്റ് ആയിട്ട് പഠിച്ചെങ്കിൽ മാത്രമേ കിട്ടത്തുള്ളൂ. അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമുക്ക് കേറ്ററ്റ് പോലെയോ സെറ്റ് പോലെയോ ഒന്നും ഒരു ഓൾറെഡി കണക്കാക്കാൻ പറ്റുന്ന ഒരു കട്ട് ഓഫ് നമുക്കില്ല. നമ്മൾ എഴുതുന്ന അല്ലെങ്കിൽ പരീക്ഷ എഴുതുന്ന ഇന്ത്യയിലുള്ള ഓരോരുത്തരോടുമാണ് നമ്മൾ മത്സരിക്കുന്നത്, അല്ലെ? അപ്പൊ അത്രമാത്രം നമ്മുടെ വെപ്പൺസ് ഒക്കെ ഷാർപ്പ് ചെയ്ത് സ്ട്രോങ് ആയിട്ടിരിക്കണം, എങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ നെറ്റ് ഇംഗ്ലീഷിന്റെ സിലബസ് ഫ്രണ്ട്സ് ഒക്കെ പറയാറുണ്ട്, അല്ലെങ്കിൽ പലയിടത്തുനിന്നും കിട്ടുന്ന റിവ്യൂ ആണ് കേട്ടോ, ഈ ഒരു കാർഡാണെന്ന്. ആ കാർഡ് അതേപോലെ തന്നെ അവിടെ ഇരുന്നോട്ടെ, പക്ഷെ നമുക്ക് ആ കാട്ടില് വേണ്ട വഴികളിലൂടെ സഞ്ചരിച്ച് എളുപ്പ വഴികളിലൂടെ കയറി നമുക്ക് ഡെസ്റ്റിനേഷനിൽ എത്താനായിട്ടുള്ള വഴികളുണ്ട്. അതാണ് ഈ ഒരു സിലബസ് അനാലിസിസിൽ ഞാൻ പറഞ്ഞു തന്നത്. ഓക്കെ, ഷെയർ. ഓക്കെ, ഒരുപാട് കമന്റ്സ് വരുന്നുണ്ട്. ഷെയർ. പിന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയാസ് പേപ്പറിന്റെ അടുത്ത സൈഡ് എടുത്തിട്ട് മറുഭാഗത്ത് എഴുതിക്കോ. ഇമ്പോർട്ടന്റ് ഏരിയാസ്. ഏജ് വൈസ് ലിറ്ററേച്ചർ എന്ന് കാണുന്നുണ്ടോ? ഇപ്പൊ നിങ്ങൾ ഇന്നത്തെ സെക്ഷൻ കഴിഞ്ഞിട്ട് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ iPlusന്റെ തന്നെ പ്ലാറ്റ്ഫോം ഒന്ന് വിസിറ്റ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ആദ്യം നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഏജ് വൈസ് ലിറ്ററേച്ചർ ആണ് കേട്ടോ. 10 ഏജുകൾ എന്നുള്ള രീതിയിൽ അതിനെ അറേഞ്ച് ചെയ്യാനാണ് ഞാൻ ആദ്യം തന്നെ ശ്രമിച്ചിട്ടുള്ളത്. ഓക്കെ, അതിനെക്കുറിച്ചൊക്കെ വരുന്നുണ്ട്. ഏജ് വൈസ് ലിറ്ററേച്ചർ ഏതൊക്കെയാണെന്നുള്ള രീതിയിലുള്ള അനാലിസിസ് വരുന്നുണ്ട്, അങ്ങോട്ട് നമുക്ക് പോവാം. സോ അതിനു മുമ്പ് ഇമ്പോർട്ടന്റ് ഏരിയാസ് നോക്കി. ഏജ് വൈസ് ലിറ്ററേച്ചർ അതെന്താണെന്ന് ഞാൻ പറയുന്നുണ്ട്. ഇനി വിക്ടോറിയൻ ഇംഗ്ലണ്ട് നോട്ട് ചെയ്തോ, എഴുതി തന്നെ വെച്ചോ. വിക്ടോറിയൻ ഇംഗ്ലണ്ട്, ക്യൂൻ വിക്ടോറിയ, ഇംഗ്ലണ്ട് ഭരിച്ച സമയം. വിക്ടോറിയൻ കോംപ്രമൈസ് എന്ന് കേട്ടിട്ടുണ്ടോ? റെസ്പോണ്ട് ചെയ്തേ. വിക്ടോറിയൻ കോംപ്രമൈസ്. യെസ്, എല്ലാരും റെസ്പോണ്ട് ചെയ്യണേ. കുറച്ച് ആൾക്കാർ പോരാ, എല്ലാരും ഉണ്ട്. തുടക്കത്തിലുള്ള എല്ലാ ആൾക്കാരും ഇപ്പോഴും കാണാം, ആൾക്കാർ കൂടിയും വരുന്നുണ്ട്. ഓക്കെ, യെസ്, വിക്ടോറിയൻ കോംപ്രമൈസ്. അപ്പൊ ക്യൂൻ വിക്ടോറിയ ഭരിച്ച ഇംഗ്ലണ്ടിനെ കുറിച്ച് നോക്കിയിട്ട് പോണേ. ക്യൂൻ വിക്ടോറിയക്ക് ശേഷം വന്നത് ക്യൂൻ വിക്ടോറിയയുടെ മകനായ എഡ്വേർഡ് 7th ആയിരുന്നു കേട്ടോ. ചോദ്യമാണ്, പ്രീവിയസ് ഇയർ ചോദ്യമാണ്. ക്യൂൻ വിക്ടോറിയക്ക് ശേഷം ഇംഗ്ലണ്ട് ഭരിച്ചത് ആരാണ്? ക്യൂൻ വിക്ടോറിയയുടെ മകനായ എഡ്വേർഡ് 7th. എഴുതിയോ? ക്യൂൻ വിക്ടോറിയക്ക് ശേഷം ഇംഗ്ലണ്ട് ഭരിച്ചത് മകനായ എഡ്വേർഡ് 7th ആയിരുന്നു. ഇനി റൊമാൻറ്റിസിസം നോക്കിയിട്ട് പോണേ. റൊമാൻറ്റിസിസം ഇതിന്റെയൊക്കെ സോഴ്സ് എവിടെ നിന്ന് കിട്ടും? ഇതിന്റെയൊക്കെ സോഴ്സ് ഒന്നെങ്കിൽ സെൽഫ് റെഫർ ചെയ്ത് പഠിക്കുക, അല്ലെങ്കിൽ ഉറപ്പായിട്ടും ഇപ്പം എനിക്കിപ്പം സക്സസ്ഫുൾ ആയിട്ട്, അല്ലെങ്കിൽ ഇപ്പൊ ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരുന്നത് വിജയിച്ച ഒരു നോട്ട്സോ ദാറ്റ് മീൻസ് വിജയിച്ച് എനിക്ക് ഫലപ്രദമാക്കാൻ പറ്റിയ ഒരു നോട്ട്സ് പ്ലാറ്റ്ഫോമിലേക്കാണ് നിങ്ങളെ ഇൻവൈറ്റ് ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് ഇപ്പം ഞാൻ ഉറപ്പായിട്ടും എന്റെ ഇത്രയും മാർക്സ് അല്ലെങ്കിൽ അവിടുന്ന് സ്കോർ ചെയ്തതെന്ന് പറഞ്ഞാൽ ഞാൻ ഈ നിങ്ങൾക്കായിട്ട് അല്ലെങ്കിൽ കുട്ടികൾക്കായിട്ട് കളക്ട് ചെയ്ത ഒരുപാട് മെറ്റീരിയൽസ് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. അത് തന്നെ നോക്കിയാ ഞാനും പഠിച്ചത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ ഒരു മെറ്റീരിയൽ, എനിക്കൊരു പഠിക്കാൻ ഒരു മെറ്റീരിയൽ എന്നുള്ള ഒരു വ്യത്യാസം വന്നിട്ടില്ല. ഇപ്പൊ എനിക്ക് ചിലപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോഴായിരിക്കും ഒരു കുട്ടി വന്ന ഒരു സംശയം ചോദിക്കുന്നത്, ഉടനെ നമ്മൾ അത് കണ്ടെത്താൻ പോകും. അതിനെക്കുറിച്ചുള്ള മെറ്റീരിയലും കൂടെ നമ്മുടെ പ്ലാറ്റ്ഫോമിൽ ആഡ് ചെയ്തിടും. അങ്ങനെ തന്നെയാണ് പഠിച്ചു പോയത് കേട്ടോ. അപ്പൊ മെറ്റീരിയൽസ് എന്റെതെല്ലാം ആ ഒരു പ്ലാറ്റ്ഫോമിൽ തന്നെയാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇത് പല സ്ഥലങ്ങളിൽ നിന്ന്, പുസ്തകങ്ങളിൽ നിന്ന് കണ്ടെത്തിയതുണ്ട്. PGക്കൊക്കെ ടീച്ചർമാർ തന്ന നോട്ടുകളൊക്കെ എവിടെയെങ്കിലുമൊക്കെ കുറിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പോയിന്റുകളൊക്കെ നോട്ട് ആക്കിയിട്ടുണ്ട്. ദാറ്റ് മീൻസ് അതിനെ മനസ്സിലാക്കി അതിന്റെ ഒരു ഡയമെൻഷൻ ഞാൻ നോട്ട്സിലും റെപ്രസെന്റ് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. അപ്പം റൊമാൻറ്റിസിസം എന്ന് പറയുമ്പോഴേ നമ്മുടെ റൊമാൻറ്റിക് പോയിറ്റ്സ് എന്ന് അറിയപ്പെടുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന റൊമാൻറ്റിക് പോയിറ്റ്സിനെ ഒന്ന് കമന്റ് ചെയ്തേ. റൊമാൻറ്റിക് പോയിറ്റ്സ് പെട്ടെന്ന് വേണം, നമുക്ക് ഓരോ ടോപ്പിക്സ് ആയിട്ട് പോകണം. വേൾഡ്സ്വർത്ത്, കോളറിഡ്ജ്, ബൈറൺ, ഇവരൊക്കെ തന്നെ പോപ്പുലർ ആയിട്ടുള്ള. കീറ്റ്സ്,
അതെ അതെ, ഇവരൊക്കെ തന്നെ വളരെ, റോബർട്ട് ബ്രൗണിംഗ് ഉണ്ട്, ഇവരൊക്കെ പോപ്പുലർ ആയിട്ടുള്ള റൊമാൻറ്റിക് പോയിറ്റ്സ് ആണ്. ഇനി മെറ്റാഫിസിക്കൽ പോയിറ്റ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇതിന്റെ ഫൗണ്ടർ ആരാ? ഇമ്പോർട്ടന്റ് ഏരിയാസ് ആണ് നമ്മൾ കാണുന്നത്. വിക്ടോറിയൻ ഇംഗ്ലണ്ട് പഠിച്ചിട്ട് പോകണം, റൊമാൻറ്റിസിസം പഠിച്ചിട്ട് പോകണം. മെറ്റാഫിസിക്കൽ പോയിറ്റ്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ ഡണ്ണും ഗ്രൂപ്പും ആണ് വരുന്നത്. ജോൺ ഡൺ ഇതിന്റെ ഫൗണ്ടർ ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. മെറ്റാഫിസിക്കൽ സ്കൂൾ ഓഫ് പോയിട്രി നോക്കിയിട്ട് പോണേ. നിങ്ങൾക്ക് സ്വയം നോട്ട്സ് റെഫർ ചെയ്ത് പഠിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒക്കെ കോച്ചിങ്ങിന്റെ എന്താണ് സഹായം ആവശ്യമാണെങ്കിൽ അത് യൂസ് ചെയ്യാം. അപ്പൊ ഞാൻ പഠിച്ച നോട്ട്സ് എവിടെ നിന്നാണ്, അല്ലെങ്കിൽ ഞാൻ എവിടെ നിന്നുള്ള മെറ്റീരിയൽസ് ആണ് എടുത്തിരിക്കുന്നത്, വോഗൻ വന്നിട്ടുണ്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ കളക്ട് ചെയ്ത മെറ്റീരിയൽസ് ഒക്കെ ഇപ്പൊ ഞാൻ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്നത് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ തന്നെയാണ്. എല്ലാ നോട്ട്സും ഈ കിട്ടിയ മാർക്ക് എല്ലാം അവിടെ നിന്നാണ്. അല്ലാതെ ഞാൻ കുട്ടികൾക്ക് പഠിക്കാൻ ഒരു നോട്ട്, എനിക്ക് പഠിക്കാൻ ഒരു നോട്ട് എന്നുള്ള ഡിഫറൻസ് ഇല്ല. ഞാനും നിങ്ങളും പഠിച്ചത് ഒരേ നോട്ട് തന്നെയാണ്. ഓക്കെ, ശരി. മെറ്റാഫിസിക്കൽ പോയിറ്റ്സ്. ഇനി യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്ന് കേട്ടിട്ടുണ്ടോ? യൂണിവേഴ്സിറ്റി വിറ്റ്സ് ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ നിന്നുള്ള ആൾക്കാരാണ്? 2 യൂണിവേഴ്സിറ്റി ആണല്ലോ വരുന്നത്. ഏതൊക്കെയാ? ഒന്ന് കമന്റ് ചെയ്തേ. യൂണിവേഴ്സിറ്റി വിറ്റ്സ് ഏതൊക്കെ യൂണിവേഴ്സിറ്റിയിൽ നിന്നാണ്? കേംബ്രിഡ്ജ്, ഓക്സ്ഫോർഡ്. വെൽ ഡൺ. എല്ലാം അറിയാവുന്ന ആൾക്കാരാണ് വന്നിരിക്കുന്നത്. സന്തോഷം. ശരി. യൂണിവേഴ്സിറ്റി വിറ്റ്സ് എന്ന് പറയുന്നത് ഓക്സ്ഫോർഡിലും കേംബ്രിഡ്ജിലും പഠിച്ച റൈറ്റേഴ്സ് ആണ് ഈ ഒരു കാറ്റഗറിയിൽ വന്നിരിക്കുന്നത്. ഇനി നമ്മുടെ 7ാമത്തെ യൂണിറ്റ് ഇല്ലായിരുന്നോ, കൾച്ചറൽ സ്റ്റഡീസ്? അത് നോക്കിയിട്ട് പോകണം കേട്ടോ. കൾച്ചറൽ സ്റ്റഡീസിൽ നിന്ന് മാത്യു അർണോൾഡിനെയും കൾച്ചർ ആൻഡ് അനാർക്കി എന്ന വർക്കും ഒരിക്കലും മറക്കാൻ പാടില്ല, എപ്പോഴും ചോദിക്കാറുണ്ട്. ശരി. അപ്പൊ ദേ കുറച്ചും കൂടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫോക്കസ് ഏരിയാസ് ഞാനൊന്ന് പറയുവാണേ, ഒന്ന് നോട്ട് ചെയ്ത് പോയാൽ മതി. ഇപ്പൊ മാലപ്രോപ്പിസം വരെയാണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ RB ഷെറിഡന്റെ റൈവൽസ് എന്ന ബുക്കിലാണ് മിസ്സിസ് മാലപ്രോപ്പ് എന്ന കഥാപാത്രത്തിനെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ഇതുവരെ പഠിച്ചതുപോലെ പോരാ, കുറച്ചുകൂടെ ആവേശം വേണം. ഡോണയുടെ ഒരു സക്സസ് സ്റ്റോറി നമ്മൾ കേട്ടില്ലേ? ഡോണയ്ക്ക് പറ്റി അല്ലെ, ഈ സിറ്റുവേഷനിൽ നിന്ന് ഡോണയ്ക്ക് പറ്റിയെങ്കിൽ എന്തുകൊണ്ട് നമുക്ക് പറ്റില്ല എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ നിങ്ങളുടെ ഒക്കെ മനസ്സിൽ വേണം കേട്ടോ. അപ്പൊ നെക്സ്റ്റ് ടൈം ഓരോരുത്തരെ എക്സ്പെക്ട് ചെയ്യാണ്, ഒരാളിനെ അല്ല ഒത്തിരി പേരെ എക്സ്പെക്ട് ചെയ്യാണ് ഞങ്ങൾ സന്തോഷത്തോടു കൂടി. ശരി. മാലപ്രോപ്പിസം ഒന്ന് നോട്ട് ചെയ്തോളുക. അടുത്തതായിട്ട് അബ്സേർഡിസം നോക്കിയിട്ട് പോകണം. അബ്സേർഡിസത്തിനുള്ള ഉദാഹരണം ഞാൻ തരാം. നമ്മുടെ സാമുവൽ ബെക്കറ്റിന്റെ വെയിറ്റിംഗ് ഫോർ ഗോദോ എന്ന വർക്ക് കേട്ടിട്ടുള്ളവർ ഒന്ന് കമന്റ് ചെയ്തേ. വെയിറ്റിംഗ് ഫോർ ഗോദോ, സാമുവൽ ബെക്കറ്റ്, ഈസ്ട്രഗൻ, വ്ളാഡിമർ, യെസ്, ലക്കി, പൂസോ, ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് അല്ലെ. ആ ഒരു ബുക്ക് ഒന്ന് നോക്കിയിട്ട് പോണേ. അബ്സേർഡിസത്തിനുള്ള മനോഹരമായുള്ള ഒരു ഉദാഹരണമാണ് കേട്ടോ. അടുത്തത് മോഡേൺ പോയട്രി നോക്കിയിട്ട് പോകണം. മോഡേൺ പോയട്രിയിൽ നമ്മുടെ വിർജീനിയ വൂൾഫിനെയും TS എലിയറ്റിനെയും ജെയിംസ് ജോയ്സിനെയും ഒക്കെ തന്നെയാണ് നോക്കിയിട്ട് പോകേണ്ടത് കേട്ടോ. മോഡേൺ പോയട്രി, വിർജീനിയ വൂൾഫ്, ജെയിംസ് ജോയ്സ്, യെസ്, നോക്കിയിട്ട് പോകണം. ഓക്കെ. അടുത്തത് പെൺ നെയിംസ് എന്നൊരു ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത് കണ്ടോ? നിങ്ങൾ കുറച്ച് പെൺ നെയിംസ് ഒന്ന് കമന്റ് ചെയ്തേ. ഞാൻ അങ്ങോട്ട് ചോദിക്കാം. നമ്മുടെ ജോർജ് എലിയറ്റ് എന്ന് പറയുന്നത് ആരുപയോഗിച്ച പെൺ നെയിം ആയിരുന്നു? ജോർജ് എലിയറ്റ് ഒരു സ്ത്രീ ഉപയോഗിച്ചതാണ്. യെസ്, മേരി ആൻ ഇവാൻസ്. വെൽ ഡൺ, വെൽ ഡൺ, മേരി ആൻ ഇവാൻസ്. ഒന്ന് ആലോചിച്ചോണം. ആ സാഹചര്യത്തില് സ്ത്രീകൾക്ക് ഒരു തരത്തിലുള്ള അവകാശങ്ങളും കിട്ടാത്ത ഒരു സാഹചര്യത്തില് തനിക്ക് സമൂഹത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം, തനിക്ക് തന്റെ അവകാശങ്ങൾ നേടിയെടുക്കണം എന്നുള്ള വാശിയോടുകൂടി വന്ന ഒരാളാണ് നമ്മുടെ മേരി ആൻ ഇവാൻസ്. സോ സ്ത്രീയാണ് തന്റെ പുസ്തകം മറ്റുള്ളവരെ കീറിക്കളയാനും കത്തിച്ചു കളയാനും സാധ്യതയുണ്ട് എന്ന് മനസ്സിലാക്കി ഒരു പുരുഷന്റെ പെണ്ണേം ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ പുരുഷന്റെ പേര് സ്വീകരിച്ചുകൊണ്ടാണ് ഈ ഒരു എഴുത്തുകാരി വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള വർക്കുകൾ എഴുതിയിട്ടുള്ളത്. ഇനി നമ്മുടെ ജോർജ് ഓർവെൽ എന്ന് പറയുന്നത് ഒരു പെൺനെയിമാണ്. ആനിമൽ ഫാം എഴുതിയ ജോർജ് ഓർവെലിന്റെ അദ്ദേഹത്തിന്റെ റിയൽ നെയിം ഒന്ന് കമന്റ് ചെയ്യാവോ? ജോർജ് ഓർവെൽ, ആനിമൽ ഫാം, കമന്റ് ചെയ്തേ. ജോർജ് ഓർവെൽ, ആനിമൽ ഫാം. ഇനി പുതിയ അറിവാണോ നിങ്ങൾക്ക്? അതാണോ നിങ്ങൾ കമന്റ് ചെയ്യാത്തത്? എറിക് ബ്ലെയർ എന്നായിരുന്നു കേട്ടോ അദ്ദേഹം യൂസ് ചെയ്ത അദ്ദേഹത്തിന്റെ ഒരു റിയൽ നെയിം. അദ്ദേഹത്തിന്റെ പെൺ നെയിം ആണ് ജോർജ് ഓർവെൽ വരുന്നത്. എറിക് ബ്ലെയർ, എറിക് ബ്ലെയർ ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. അപ്പൊ ഇതേപോലെ തന്നെ പെൺ നെയിംസ് കണ്ടെത്തുക. സോ പെൺ നെയിമിന് ഒരു പേജ് തന്നെ മാറ്റി വെക്കുക. എനിക്ക് ഉറപ്പുണ്ട് ഒരു 50ഓളം പെൺ നെയിംസ് നമുക്ക് ലിറ്ററേച്ചറിൽ നിന്ന് കണ്ടെത്താൻ പറ്റും. അത് ഇന്ത്യൻ ലിറ്ററേച്ചറിൽ നിന്ന്, ബ്രിട്ടീഷ് ലിറ്ററേച്ചറിൽ നിന്ന്, അമേരിക്കനിൽ നിന്ന്, പോസ്റ്റ് കൊളോണിയലിൽ നിന്ന്, കരീബിയൻ ലിറ്ററേച്ചറിൽ നിന്ന്, ഇവിടെ നിന്ന് എല്ലാം ചേർത്തിട്ടാണ് നമ്മൾ പെൺ നെയിംസ് കണ്ടെത്തുന്നത്. ഒരു 50ഓളം പെൺ നെയിംസ് വരുന്നുണ്ട്. ചെറിയ ചെറിയ ഒരു എന്താണ് രീതിയിൽ നമുക്ക് അതിനെ ഒന്ന് അറേഞ്ച് ചെയ്ത് ഒരു പേജ് തന്നെ പെൺ നെയിമിന് മാറ്റിയിടുക. എക്സാമിന് നിങ്ങൾ ജൂണിലേക്കുള്ള പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുമ്പോൾ അതിന് മുൻപ് ആ ഒരു പേജ് ഫുള്ള് കണ്ടെത്തി ഫില്ല് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നോബൽ സമ്മാനം നോക്കിയിട്ട് പോണേ. 2024 നമ്മൾ ഒരു പരീക്ഷ എഴുതുകയാണെങ്കിൽ ഓഫ് കോഴ്സ് 2018 മുതലെങ്കിലുമുള്ള നോബൽ സമ്മാനം കിട്ടിയിട്ടുള്ളവരെ നോക്കിയിട്ട് പോകുന്നത് വളരെ ഉചിതമാണ്. പുലിറ്റ്സർ സമ്മാനം നമ്മൾ കൊടുക്കാറുണ്ട്, അത് നോക്കിയിട്ട് പോകണം. ബുക്കർ സമ്മാനം ഉണ്ട്, അത് നോക്കിയിട്ട് പോകണം. ഇനി അതേപോലെ തന്നെ വാർ പോയിട്രി, ഒരു വാർ പോയിറ്റിന്റെ പേര് പറഞ്ഞേ. വാർ പോയിറ്റ് മോഡേൺ പോയിട്രിയുടെ ഭാഗമായിട്ട് തന്നെ റൂപ്പർട്ട് ബ്രൂക്ക്, യെസ്.
ഓഡൻ, യെസ്. സിഗ്ഫ്രഡ് സസൂൺ, വിൽഫ്രഡ് ഓവൻ, യെസ്. സസൂൺ ഉണ്ട്. റൂബർട്ട് ബ്രൂക്ക് ഉണ്ട്, യെസ്. ഒരുപാട് വാർ പോയിറ്റ്സ് ഉണ്ട്, അവരെ നോക്കിയിട്ട് പോകണം. ഓവൻ ഒക്കെ ഉണ്ട്. OWEN ആണ് കേട്ടോ ഓവന്റെ സ്പെല്ലിംഗ് വരുന്നത്. OWEN, യെസ്. ഓഡൻ ഒക്കെ വരുന്നുണ്ട്. അപ്പൊ വാർ പോയിട്രി നോക്കിയിട്ട് പോവുക. ഇനി ഇമ്പോർട്ടന്റ് ആയിട്ട് നിങ്ങൾ നോക്കിയിട്ട് പോകേണ്ട ഓതേഴ്സിന്റെ ലിസ്റ്റ് ആണ് നിങ്ങൾ ഇപ്പൊ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഓതേഴ്സിന്റെ ലിസ്റ്റ് ആണ് കേട്ടോ. ഓതേഴ്സിന്റെ ലിസ്റ്റിൽ നമുക്ക് വരുന്നത് ജെഫ്രി ചോസർ, കാന്റർബറി ടെയിൽസ് എഴുതി സക്സസ്ഫുൾ ആയ ആളാണ്. നോട്ട് ചെയ്തോ. ക്രിസ്റ്റഫർ മാർലോയെ നോക്കിയിട്ട് പോകണം. ഡോക്ടർ ഫോസ്റ്റസ്, വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ജർമ്മൻ ഡോക്ടറെ കഥ പറയുന്ന വർക്കാണ്. വില്യം ഷേക്സ്പിയർ, ഒരുപാട് അല്ലെ ഡ്രമാറ്റിസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന വിശേഷണമുള്ള നമ്മുടെ വില്യം ഷേക്സ്പിയർ. വില്യം ഷേക്സ്പിയർ എത്ര സോണറ്റുകൾ എഴുതിയിട്ടുള്ളത് ഒന്ന് കമന്റ് ചെയ്തേ. വില്യം ഷേക്സ്പിയർ 154 സോണറ്റുകൾ എഴുതിയിട്ടുണ്ട്. ഓക്കെ, 154 സോണറ്റുകൾ എഴുതിയിട്ടുണ്ട്. വില്യം ഷേക്സ്പിയർ പോപ്പുലറൈസ് ചെയ്ത സോണറ്റിന്റെ പേരെന്താണ്? സോണറ്റ്, ഇറ്റാലിയൻ, ഇംഗ്ലീഷ് എന്നൊക്കെ പറഞ്ഞ സോണറ്റുകളില്ലേ, ഇതിൽ ഷേക്സ്പിയർ പോപ്പുലറൈസ് ചെയ്തത് ഏതാണ്? ഒന്ന് കമന്റ് ചെയ്തേ. നിങ്ങൾക്ക് അറിയാം. യെസ്, ഷേക്സ്പീരിയൻ അല്ല, ഇറ്റാലിയൻ അല്ല, ഇറ്റാലിയൻ പെട്രാർക്കാണ് കേട്ടോ. ഇറ്റാലിയൻ പോപ്പുലറൈസ് ചെയ്തത് പെട്രാർക്കാണ്. ഷേക്സ്പീരിയൻ അഥവാ ഇംഗ്ലീഷ് സോണറ്റ് ആണ് നമ്മുടെ വില്യം ഷേക്സ്പിയർ പോപ്പുലറൈസ് ചെയ്തത്. ഇനി ബെൻ ജോൺസണെ നോക്കിയിട്ട് പോണേ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഡ്രമാറ്റിസ്റ്റ് ആണ്. എവറി മാൻ ഇൻ ഹിസ് ഹ്യൂമർ, എവറി മാൻ ഔട്ട് ഓഫ് ഹിസ് ഹ്യൂമർ എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് വർക്കുകൾ എഴുതിയിട്ടുണ്ട്. ഡോക്ടർ ജോൺസണെ നോക്കിയിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. ഡോക്ടർ ജോൺസൺ ആദ്യത്തെ ഡിക്ഷണറി എഴുതി പോപ്പുലറൈസ് ചെയ്ത ആളാണ്. ജോൺ ബ്രൈഡനെ നോക്കിയിട്ട് പോകണം. ഈ ഒരു ലിസ്റ്റ് അതേപോലെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചാൽ മതി. എന്നിട്ട് ഉറപ്പുവരുത്തണം പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പ് ഈ ലിസ്റ്റുകൾ, നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞ ലിസ്റ്റുകൾ നിങ്ങൾ കവർ ചെയ്തിട്ടുണ്ടോ എന്ന്. സിലബസ് എന്ന് പറഞ്ഞ് അങ്ങോട്ട് തന്നു കഴിഞ്ഞാൽ വളരെ ജനറലൈസ് ചെയ്താണ് നമ്മുടെ NTA നമുക്ക് ഇംഗ്ലീഷിന്റെ സിലബസ് തന്നിരിക്കുന്നത്. ഇതിൽ നിന്നും ഇങ്ങനെയുള്ള പെക്യൂലിയർ ഏരിയാസ് കണ്ടെത്തി പഠിക്കുക എന്നുള്ളത് നമ്മുടെ ജോലിയാണ്. ശരി, ജോൺ റൈഡന് ശേഷം അലക്സാണ്ടർ പോപ്പ്. അലക്സാണ്ടർ പോപ്പിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്ക് പറഞ്ഞേ. റേപ്പ് ഓഫ് ദ ലോക്ക് കേട്ടിട്ടുണ്ടോ? റേപ്പ് ഓഫ് ദ ലോക്ക് കമന്റ് ചെയ്തേ. റേപ്പ് ഓഫ് ദ ലോക്ക്, യെസ്. ഡാൻസിയാർഡ്, റേപ്പ് ഓഫ് ദ ലോക്ക്, യെസ്. റേപ്പ് ഓഫ് ദ ലോക്കിലെ കഥാപാത്രത്തിന് നായികയുടെ ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. എന്താണ് ഈ റേപ്പ് ഓഫ് ദ ലോക്കിലെ നായികയുടെ പേര്? ഒന്ന് കമന്റ് ചെയ്തേ. യെസ്, ബെലിൻഡ. ബെലിൻഡ. ഓക്കെ, ഇനി നമ്മൾ വില്യം വോൾസ്വർത്തിനെ നോക്കിയിട്ട് പോകണം. ഒരു റൊമാൻറ്റിക് പോയിറ്റ് ആണ്. ST കോളറിഡ്ജിനെ നോക്കിയിട്ട് പോകണം. ഓപ്പിയം ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള പോയിറ്റ് എന്നുള്ള ഒരു ചീത്തപ്പേര് കൂടെ അദ്ദേഹത്തിനുണ്ട് കേട്ടോ. അതായത് കുബ്ലാ ഖാൻ എന്ന വർക്ക് എഴുതിക്കൊണ്ടിരുന്നപ്പോ അത് ഇൻകംപ്ലീറ്റ് ആണ്. ഇതിന്റെ റീസൺ ഓപ്പിയം ഇൻഡ്യൂസ്ഡ് ആണെന്ന് ഒക്കെ നമ്മുടെ ക്രിറ്റിക്സ് ഐഡന്റിഫൈ ചെയ്തിട്ടുണ്ട്. തോമസ് ഹാഡി, വെസെക്സ് എന്ന പ്ലേസിനെ കുറിച്ച് പോപ്പുലറൈസ് ചെയ്ത തോമസ് ഹാഡിയെ നോക്കിയിട്ട് പോവുക. സാമുവൽ ബെക്കറ്റിനെ നോക്കിയിട്ട് പോവുക. വെയിറ്റിംഗ് ഫോർ ഗോദോ വളരെ ഇമ്പോർട്ടന്റ് ആണ്. TS എലീറ്റിനെ നോക്കിയിട്ട് പോകാനായിട്ട് ശ്രമിക്കുക. അദ്ദേഹത്തിന്റെ ഫേമസ് ആയിട്ടുള്ള ഒരു വർക്ക് നിങ്ങൾ തന്നെ കമന്റ് ചെയ്തേ. TS എലീറ്റിന്റെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള 5 ഭാഗങ്ങളൊക്കെ ഉള്ള ഒരു പോം ഉണ്ടല്ലോ. യെസ്, ദി വേസ്ലെറ്റ്. ദി വേസ്ലെറ്റ്, വെൽ ഡൺ, വെൽ ഡൺ. ദി വേസ്ലെറ്റ് നോക്കിയിട്ട് പോണേ. ഇനി എസ്ട്രാ പൗണ്ടിനെ നോക്കിയിട്ട് പോകണം. എസ്ട്രാ പൗണ്ടിന്റെ ഫേമസ് ആയിട്ടുള്ള അല്ലെങ്കിൽ എന്തിന്റെ ഫൗണ്ടർ ആയിട്ടാണ് നമ്മൾ പൗണ്ടിനെ കൺസിഡർ ചെയ്യുന്നത്? എസ്ട്രാ പൗണ്ടിനെ യെസ്, ഇമേജസത്തിന്റെ ഫൗണ്ടർ ആയിട്ടാണ് നമ്മൾ എസ്ട്രാ പൗണ്ടിനെ കൺസിഡർ ചെയ്യുന്നത്. അത് നോക്കിയിട്ട് പോവുക. ജെയിംസ് ജോയ്സിനെ നോക്കിയിട്ട് പോവുക. സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ്, യെസ്, വെൽ ഡൺ, വെൽ ഡൺ, വെൽ ഡൺ. സ്ട്രീം ഓഫ് കോൺഷ്യസ്നസ് നമ്മുടെ ജെയിംസ് ജോയ്സിന്റെ ആണ്. സൽമാൻ റഷ്ദി, മിഡ് നൈറ്റ് ചിൽഡ്രൻ എന്ന ഫേമസ് ആയിട്ടുള്ള നോവലൊക്കെ എഴുതിയ ആളാണ് സൽമാൻ റഷ്ദി. സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ്സിന് നമ്മുടെ ജെയിംസ് ജോയ്സിനോടൊപ്പം അതിന്റെ ഫൗണ്ടർ ആയിട്ട് നിന്ന ഒരു ലേഡി ഉണ്ടല്ലോ. ആരാണത്? ഒന്ന് കമന്റ് ചെയ്തേ. വിർജീനിയ വൂൾഫ്, വെൽ ഡൺ. വിർജീനിയ വൂൾഫ്. വിർജീനിയ വൂൾഫിന്റെ ഒരു ബുക്കാണ് കേട്ടോ റൂം ഓഫ് വൺ സോൺ എന്ന് പറയുന്നത്. ഒരു സ്ത്രീക്ക് എഴുതാനായിട്ട് ഒരു മുറിയെങ്കിലും ഒരു പ്രൈവസിക്ക് വേണ്ടി ഒരു മുറിയെങ്കിലും വേണം എന്ന് പറഞ്ഞ ഒരു റൈറ്ററാണ്. യെസ്. ഇനി അടുത്തതായിട്ട് ഏജ് വൈസ് ലിറ്ററേച്ചർ ആണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഏജ് വൈസ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴാ പഠിക്കേണ്ടതെന്ന് ചോദിച്ചാൽ തുടക്കത്തിലാണ് പഠിക്കേണ്ടത്. ഏജ് വൈസ് ലിറ്ററേച്ചറിനെ കുറിച്ച് ഒരു ധാരണ ഉണ്ടാക്കിയതിനു ശേഷം മാത്രമേ നെറ്റ് പോലെയുള്ള ഒരു പരീക്ഷയുടെ സിലബസ് നമ്മൾ അനലൈസ് ചെയ്താൽ നമുക്കൊരു ഗുണം കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ ഒരു ബാക്കപ്പ് നോളജ് നമുക്ക് അത്യാവശ്യമാണ് അല്ലെ. ഇനി PGക്കൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ടൈം നിങ്ങൾക്ക് സേവ് ചെയ്യാൻ പറ്റും. കാരണം PGക്ക് പഠിച്ചുകൊണ്ടിരിക്കുന്നവര് ഈ ഏജ് വൈസ് ലിറ്ററേച്ചർ ഓൾറെഡി നിങ്ങളുടെ സിലബസിൽ പഠിക്കുന്നുണ്ടാവും. ഇനി നമുക്ക് കുറച്ച് ഗ്യാപ്പ് ഒക്കെ കഴിഞ്ഞ് നമ്മളോടൊപ്പം ചേർന്ന ഒരുപാട് ആൾക്കാരുണ്ട് അല്ലെ. അപ്പൊ അവർക്കൊക്കെ ഒരു വലിയ സഹായമാണ് ഈ ഏജ് വൈസ് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ഓൾഡ് ഇംഗ്ലീഷ് പീരീഡ് ആണ് ആദ്യം വരുന്നത്. ഇതിന് വേറൊരു പേരുണ്ടല്ലോ, ഒന്ന് പറയാവോ? പെട്ടെന്ന് നമുക്ക് ഡിസ്കസ് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ ഉള്ള സമയത്ത് ഡിസ്കസ് ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. യെസ്, ആംഗ്ലോ സാക്സൺ എന്നാണ് പേര്. ഇനി അതേപോലെ തന്നെ നമ്മുടെ ബിയോവൂൾഫ് എന്ന വർക്ക് ഈ സമയത്ത് വന്നിട്ടുണ്ട്. ആംഗ്ലോ സാക്സൺ പീരീഡ് ആണ്. കാഡ്മോനും സൈനി വൂൾഫും ഒക്കെയാണ് ഈ സമയത്തെ റൈറ്റേഴ്സ്.
അടുത്തതായിട്ട് നമുക്ക് മിഡിൽ ഇംഗ്ലീഷ് പീരീഡ് വരുന്നുണ്ട്. മിഡിൽ ഇംഗ്ലീഷ് പീരീഡ് വരുമ്പോൾ ചോസർ ആണ് ഈ സമയത്തെ റൈറ്റർ ആയിട്ട് നമുക്കുള്ളത്. റെനൈസൻസ് എന്ന് പറയുമ്പോൾ നമ്മുടെ വില്യം ഷേക്സ്പിയറുടെ എലിസബത്തിൻ ഏജ് ഒക്കെ ഉൾക്കൊള്ളുന്ന ഒരു സമയമാണ് റെനൈസൻസ് പീരീഡ്. ഫോളോ ചെയ്തു വരുന്നത് നിയോ ക്ലാസിക്കൽ ആണ്. ഡ്രൈഡനും പോപ്പും ഒക്കെ ഈ സമയത്തുള്ള റൈറ്റേഴ്സ് ആണ്. ഇനി ഇതിന് പുറമെ നമുക്ക് റൊമാൻറ്റിക് എന്നുള്ള ഒരു പീരീഡ് വരുന്നുണ്ട്. നമ്മുടെ വില്യം വോൾസ്വർത്തും ST കോളറിഡ്ജും ആരെയാണ് ഈ പോയിന്റ് ഓഫ് റെബല്യൺ എന്നറിയപ്പെടുന്നത്, അല്ലെങ്കിൽ റെബല്യസ് ആയിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ടല്ലോ നമുക്ക്, ആരാണ് അദ്ദേഹം? റൊമാൻറ്റിക് പീരീഡിൽ വരുന്ന ഒരു റെബല്യസ് പോയിന്റ്. ഷെല്ലിയാണോ റെബല്യസ് എന്ന വിശേഷണം ഉള്ളത്? ലോർഡ് ബൈറൺ ഇല്ലേ? ലോർഡ് ബൈറൺ ആണ് റെബല്യസ് പോയിന്റ് എന്ന വിശേഷണം ഉള്ളത്. അതെ ബൈറൺ. ഓക്കെ, അപ്പൊ അത് നോക്കുക കേട്ടോ. ഓൾഡ് ഇംഗ്ലീഷ്, മിഡിൽ ഇംഗ്ലീഷ്, റെനൈസൻസ്, നിയോ ക്ലാസിക്കൽ, റൊമാൻറ്റിക്, ഈ ഒരു ഓർഡറിലാണ് നമ്മുടെ ഏജ് വൈസ് ലിറ്ററേച്ചർ പോകുന്നത്. ഇതിനെക്കുറിച്ച് ഒരുപാടൊന്നും വേണ്ട, കുറച്ചൊന്ന് ഓൾഡ് ഇംഗ്ലീഷിൽ എന്ത് നടന്നു, മിഡിൽ ഇംഗ്ലീഷിൽ എന്ത് നടന്നു, ഈ സമയത്തെ റൈറ്റർ ആരാണ്, റെനൈസൻസിൽ എന്താണ്, നിയോ ക്ലാസിക്കലിൽ എന്താണ്, റൊമാൻറ്റിക്കിൽ എന്താണ് എന്നുള്ള രീതിയിൽ മുന്നോട്ട് പോവുക. ഇനി അതേപോലെ തന്നെ ഇതൊന്നും ജനറലൈസ് ചെയ്ത ഒരു ഐഡിയ മനസ്സിലുണ്ടെങ്കിൽ നേരെ നമ്മുടെ സിലബസ് പ്രകാരമുള്ള യൂണിറ്റുകൾ കവർ ചെയ്യാൻ പറ്റൂ. ധൈര്യമായിട്ട് നിങ്ങൾക്ക് പോകാം. കാരണം എന്താണ് ഇംഗ്ലണ്ടിലും ഇന്ത്യയിലും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും ഒക്കെ ആ ഒരു സമയത്ത് നടന്നിരുന്നത്, അവിടുത്തെ പൊളിറ്റിക്കൽ സിനേറിയോ എന്തായിരുന്നു, കൾച്ചറലി ഹിസ്റ്റോറിക്കലി അവിടെ എന്താണ് സംഭവിച്ചത്, എഴുത്തുകാരായിരുന്നു, റെപ്രസെന്റേറ്റീവ് റൈറ്റേഴ്സ് ആരായിരുന്നു എന്നൊക്കെയുള്ള ഒരു ബോധ്യമാണ് ഈ ഒരു പീരീഡ് പഠിക്കുന്നതിലൂടെ കിട്ടുന്നത്. ഇനി ഇതിന് ശേഷം നമുക്ക് വരുന്നത് വിക്ടോറിയൻ പീരീഡ് ആയിരുന്നു. പറയേണ്ട ആവശ്യമില്ലല്ലോ, ക്യൂൻ വിക്ടോറിയ. 9 മണി ആയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് തന്നെ നമ്മുടെ സെക്ഷൻസ് മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കാം. സോ വിക്ടോറിയൻ പീരീഡിൽ നമ്മുടെ ക്യൂൻ വിക്ടോറിയ ആണ് റൂൾ ചെയ്യുന്നത്. ഇതിനുശേഷം വരുന്നത് എഡ്വേർഡിയൻ പീരീഡ് ആണ്. എഡ്വേർഡ് 7th ആയിരുന്നു റൂൾ ചെയ്തത്. എഡ്വേർഡിന് ശേഷം വരുന്നത് ജോർജിയൻ പീരീഡ് ആണ്. ജോർജ് 5th ആയിരുന്നു ഈ സമയത്ത് റൂൾ ചെയ്യുന്നത്. ഇതിനുശേഷം മോഡേൺ ടൈം പീരീഡ്, നമ്മുടെ വിർജീനിയ വൂൾഫും ജെയിംസ് ജോയ്സും വരുന്നു. പോസ്റ്റ് മോഡേൺ പീരീഡിൽ നമ്മൾ എത്തി നിൽക്കുന്നു. ഓക്കെ, ഇതാണ് ലിറ്ററേച്ചറിന്റെ, ഏജ് വൈസ് ലിറ്ററേച്ചറിന്റെ ഒരു ഔട്ട്ലുക്ക് എന്ന് പറയുന്നത്. ഇത് നോട്ട് ചെയ്തോ നിങ്ങള്? ഇത് നിങ്ങൾക്ക് മനസ്സിലായി അല്ലെങ്കിൽ നോട്ട് ചെയ്തോ എന്ന് ഞാൻ വിശ്വസിച്ചോട്ടെ? യെസ്, നോട്ട് ചെയ്താൽ മതി കേട്ടോ. എല്ലാ കാര്യങ്ങളും നമുക്ക് കവർ ചെയ്യാൻ പറ്റില്ല, പക്ഷെ നോട്ട് ചെയ്തോളുക. ഇനി നിങ്ങൾക്ക് സെൽഫ് റെഫറൻസിന് സമയമുണ്ട്, അല്ലെങ്കിൽ നമ്മുടെ കോഴ്സുകളിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് കൈകാര്യം ചെയ്ത് ഇത് പഠിക്കാനായിട്ട് പറ്റും. ശരി, ഓക്കെ. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നോക്കിക്കോണേ. ഇതിന് ശേഷം വേണേ നമ്മൾ ആ ഒരു ടോപ്പിക്സിലേക്ക് അല്ലെങ്കിൽ സിലബസിലേക്ക് പോകാനായിട്ട്. അപ്പൊ ഇത്രയാണ് നമ്മുടെ സിലബസിനെ കുറിച്ചുള്ള ഒരു അവലോകനം. ഇനി എങ്ങനെ ക്രാക്ക് ചെയ്യാം അല്ലെ, എങ്ങനെ ക്രാക്ക് ചെയ്യണമെന്നൊക്കെ ഇൻ ബിറ്റ്വീൻ ഞാൻ പറഞ്ഞു. ആ ഒരു 5 മണിക്കൂറിന്റെ കഥയൊക്കെ പറഞ്ഞു. രാവിലെ ഒരു 2 മണിക്കൂർ സ്പെൻഡ് ചെയ്യുക. ഏജ് വൈസ് ലിറ്ററേച്ചർ നോട്ട്സ് അവൈലബിൾ ആണോ? യെസ്. ആദ്യം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഏജ് വൈസ് ലിറ്ററേച്ചറിന്റെ നോട്ട്സ് തന്നെയാണ് കേട്ടോ. അതിനൊരു റീസൺ ഉണ്ട്. കാരണം വ്യക്തമായിട്ട് നിങ്ങൾക്ക് ഒരു ബാക്കപ്പ് നോളജ് തന്നതിന് ശേഷം മതി സിലബസിലേക്കുള്ള ഒരു ഐഡിയ എന്നുള്ള ഒരു തീരുമാനത്തിലാണ്, അല്ലെങ്കിൽ അതാണ് ബെറ്റർ ഉള്ള സൊല്യൂഷൻ എന്ന് തോന്നി തന്നെയാണ് ഏജ് വൈസ് ലിറ്ററേച്ചർ ആദ്യം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഓക്കെ, ഏജ് വൈസ് ലിറ്ററേച്ചർ അറേഞ്ച് ചെയ്തതിനു ശേഷം തന്നെയാണ് നമ്മുടെ ടോപ്പിക്സിലേക്ക്, സിലബസിലേക്ക് പോയിരിക്കുന്നത്. എന്നിട്ടേ കാര്യമുള്ളൂ. കാരണം അല്ലെങ്കിൽ നമ്മൾ പോയിട്രി, ഡ്രാമ എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ ഒരു കൺഫ്യൂഷൻ വരും. എന്താണ്, എവിടെയാണ് ഇത് തുടങ്ങുന്നത് എന്നുള്ള ഒരു ധാരണ വരും. പേജ് വൈസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കിട്ടും. ടീച്ചറിന്റെ നോട്ട്സ് പഠിച്ചാൽ നെറ്റ് ക്രാക്ക് ചെയ്യാൻ പറ്റുമോ? ടീച്ചർ നെറ്റ് ക്രാക്ക് ചെയ്തു, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ഡോണ അടക്കമുള്ള ടീം നെറ്റ് ക്രാക്ക് ചെയ്തു. സോ അതൊക്കെ തന്നെ ഒരു നല്ല, ഞങ്ങൾക്ക് ആത്മവിശ്വാസം തരുന്ന കാര്യങ്ങളാണ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ് തോന്നിയത്. എന്നോടൊപ്പം എന്റെ കുട്ടികൾക്കും കിട്ടിയെന്ന് കേട്ടപ്പോ ഭയങ്കര സന്തോഷം. ക്ലാസ് റെക്കോർഡിംഗ് സെക്ഷൻ കിട്ടുമോ? ക്ലാസ് നമുക്ക് 2 രീതിയിലാണ് നടത്തുന്നത്. അതൊക്കെ നിങ്ങൾക്ക് അവസാനം അതിന്റെയൊക്കെ ഒരു ഐഡിയാസ് നമ്മുടെ ടീം തരും കേട്ടോ. ഓഫ്ലൈൻ ആയിട്ടും ഓൺലൈൻ ആയിട്ടും ഒക്കെ നെറ്റിന്റെ ഇംഗ്ലീഷ് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ശരി, അപ്പോഴേ എങ്ങനെയാണ് ഇനി ഹൗ ടു ക്രാക്ക് ദ എക്സാം എന്നുള്ള ഒരു പോയിന്റിലേക്ക് വരാം. ഫോക്കസ് ഓൺ ദ ഗോൾ. ഞാൻ പറയണ്ടല്ലോ, നിങ്ങളുടെ ഓരോരുത്തരുടെയും ഗോൾ എന്താണ്? ഒന്ന് കമന്റ് ചെയ്തേ. ഇവിടെ വന്നിരിക്കുന്നവരുടെ ഗോൾ എന്താണ്? ഒറ്റ ഗോളേ ഉള്ളൂ. അതെന്താ? നെറ്റ് അല്ലെങ്കിൽ JRF, അത്ര ഒരു ഗോളേ നമുക്കുള്ളൂ അല്ലെ. സോ നമുക്കൊരു ഒരുപാട് ആൾക്കാരുണ്ട്, നമുക്ക് വലിയ വിഷമം തോന്നും. കാരണം അവർ PG ക്വാളിഫൈഡ് ആണ്. എന്ത് ചെയ്യാന്ന് ചോദിക്കുമ്പോൾ പറയും പ്രൈവറ്റ് ആയിട്ട് നിസാര തുക എന്ന് പറയുമ്പോൾ എന്താണ്, അവർക്ക് ഒരുപാട് യൂസ് ചെയ്യാൻ പറ്റുന്ന. യെസ്, ഗോൾ ടു ഗെറ്റ് എ ജോബ്. ഓക്കെ, യെസ്, ഗോൾ ടു ഗെറ്റ് എ ജോബ്. യെസ്. അപ്പൊ അവരെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇങ്ങനെ ഈ ഇത്രയും വലിയൊരു PG അല്ലെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ കയ്യിലുള്ളവര് 7,000 8,000 രൂപയ്ക്ക് അവരുടെ ഒരു ദിവസം മുഴുവൻ അങ്ങ് സ്പോയിൽ ചെയ്യാണ്. അവരൊന്ന് നെറ്റിന് ശ്രമിച്ചു കഴിഞ്ഞാൽ അവർക്കൊരു ഗസ്റ്റ് ആയിട്ടെങ്കിലും പ്രവർത്തിച്ചുകൂടെ എന്നുള്ള ഒരു രീതിയിൽ. യെസ്, വാണ്ട് ടു ബി ആൻ അസിസ്റ്റന്റ് പ്രൊഫസർ. പെട്ടെന്ന് തന്നെ അത് നടക്കട്ടെ ജസ്ന, പ്രാർത്ഥിക്കുന്നു. ശരി, അപ്പൊ ഫോക്കസ് ഓൺ ദ ഗോൾ നമുക്ക് കിട്ടി. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ഐഡന്റിഫൈ യുവർ ഫ്ലോസ് എന്നുള്ള കാര്യമാണ്. നിങ്ങളുടെ
എന്താണ് ഫ്ലോസ് ഏതാണ് എനിക്ക് പറയാനേ പറ്റത്തുള്ളൂ അല്ലെ. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നിങ്ങളുടെ മുന്നിൽ പറഞ്ഞു, എനിക്ക് പേപ്പർ 1 ആയിരുന്നു കൂടുതൽ ഒരു ഫോക്കസ് വേണ്ടത്. അതിനായിട്ടാണ് ഞാൻ എയിം JRFന് കൂടുതലായിട്ട് ഇമ്പോർട്ടൻസ് കൊടുത്തത്. ആദ്യ സമയത്ത് PG സമയത്തൊക്കെ ഞാൻ കൂടുതലായിട്ടും ഈ പുസ്തകങ്ങളൊക്കെ നോക്കിയിട്ടുണ്ട്. ഒരു 8 പുസ്തകം കാണും. അപ്പം പരീക്ഷ എത്തുന്ന സമയത്ത് ഞാൻ എങ്ങും എത്തിയിട്ടുണ്ടാവില്ല. അപ്പൊ എനിക്ക് വലിയ വിഷമോ, അയ്യോ ഇത് തീരുന്നില്ലല്ലോ, അല്ലെങ്കിൽ പുസ്തകങ്ങളുടെ എണ്ണം കൂടുന്നുണ്ട്, ഞാൻ ഇതൊന്നും പഠിച്ചു തീരുന്നില്ലല്ലോ. സോ അങ്ങനെ ഉള്ളപ്പോഴാണ് കൂടുതൽ ചോദ്യങ്ങൾ വർക്ക്ഔട്ട് ചെയ്താൽ ഇത് നടക്കുമെന്ന് എനിക്ക് ഫീൽ ചെയ്തത്. ഇനി അതേപോലെ തന്നെ നമ്മുടെ അലൻ സാറിന്റെ ഓൺലൈൻ നമ്മുടെ ക്ലാസ്സുകൾ ഇവിടെ പലരും അതിനകത്ത് പങ്കെടുത്തിട്ടുണ്ടാവും. അത് ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. 6-7ഓളം ചോദ്യങ്ങൾ അതിൽ നിന്ന് ചോദിച്ചിട്ടുണ്ട് ലൈവ് സെക്ഷനുകളിൽ, നമുക്ക് ഒന്നിച്ചിരുന്ന് പഠിച്ച സെക്ഷനുകളിൽ നിന്ന്. ഓക്കെ, നമുക്ക് Q&A നടത്താം, വെയിറ്റ് ചെയ്യുക കേട്ടോ. ഓക്കെ, പിന്നെ മേക്ക് എ ടൈം ടേബിൾ. ഞാൻ ഉണ്ടാക്കിയ ടൈം ടേബിൾ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളും ഇതേപോലെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കണം. 7 മണിക്കൂർ പഠിക്കാം, 8 മണിക്കൂർ പഠിക്കാം, 2 മണിക്കൂർ, 1 മണിക്കൂർ എന്നൊക്കെ എനിക്ക് ഇവിടെ ഒത്തിരി ആൾക്കാർ വാക്ക് തന്നു. ആ വാക്ക് നിങ്ങൾ സ്വയം കൊടുക്കുക. ഇന്നത്തെ ക്ലാസ്സിൽ ടീച്ചറോട് ഇങ്ങനെ പറഞ്ഞതാണ്, അല്ലെങ്കിൽ നമ്മുടെ ഇത്രയും ഒരു ഓഡിയൻസ് ഇത് കേട്ടതാണ്. അപ്പം ഇനി നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ പറഞ്ഞ കാര്യം പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുക. മേക്ക് എ ടൈം ടേബിൾ. ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ടൈം ടേബിൾ തന്നെ ഉണ്ടാക്കിക്കോ. കാരണം എന്തെങ്കിലും ഒരു റീസൺ കാരണം നിങ്ങൾക്ക് ഇന്ന് 4 മണിക്കൂറേ പഠിക്കാൻ ഒത്തുള്ളെങ്കിൽ നാളെ ആ 1 മണിക്കൂർ മേക്കപ്പ് ചെയ്യാം. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ടൈം ടേബിൾ ഉണ്ടാക്കാൻ പറഞ്ഞത്. മോക്ക് ടെസ്റ്റിന് പ്രാധാന്യം കൊടുക്കുക. ഈ PYQ മോക്ക് ടെസ്റ്റും തമ്മിൽ വ്യത്യാസമുണ്ട്. മോക്ക് ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇനി വരാൻ സാധ്യതയുള്ള ചോദ്യങ്ങളാണ് നമ്മൾ അവിടെ പഠിക്കുന്നത്. മോക്ക് ടെസ്റ്റുകൾ നമ്മുടെ നോട്ട്സിന് ശേഷം നമ്മൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് പേഴ്സണൽ ആയിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്വയം മോക്ക് ടെസ്റ്റുകൾ നടത്താം, ചോദ്യങ്ങൾ കണ്ടെത്തി പഠിക്കാം. ഈ ഫോക്കസ് ഓൺ PYQസിൽ ഫോക്കസ് ചെയ്യണമെന്ന് അറിയാമല്ലോ. ഞാനിപ്പോ പറഞ്ഞില്ലേ, ആ ചോദ്യം ചോദിക്കും, ഈ ചോദ്യം ചോദിക്കും. ഇതൊക്കെ ഞാൻ പറയാനുള്ള കാരണം എന്ന് പറയുന്നത് PYQ നിങ്ങളോട് സംസാരിക്കുന്നതിന് മുൻപോ അല്ലെങ്കിൽ പരീക്ഷയ്ക്ക് പോകുന്നതിന് മുമ്പോ ഒക്കെ ഒരുപാട് PYQ ചെയ്തു. ഓക്കെ, അതുകൊണ്ടാണ് ഏത് ഏരിയയിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത്. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ ഒരു കാര്യം കണ്ടില്ലേ, കൂടുതലായിട്ടും ഇത് പഠിക്കണം അത് പഠിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിരിക്കുന്നത് ഈ ഒരു PYQs കണ്ടിട്ടാണ്. ഓക്കെ, PYQസിൽ വന്നിരിക്കുന്ന ചോദ്യങ്ങളുടെ ട്രെൻഡ് കണ്ടിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. സ്മാർട്ട് വർക്ക് ആണ് അത്യാവശ്യം. ഹാർഡ് വർക്ക് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് 24 മണിക്കൂർ ഒരു ദിവസം ഉണ്ടെങ്കിൽ അതിലൊരു 20 മണിക്കൂർ സ്പെൻഡ് ചെയ്യുക, അല്ലെങ്കിൽ ഒരു 15 മണിക്കൂറോളം ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് ആവശ്യമായിട്ട് പോകും. പക്ഷെ ഇന്നത്തെ നമ്മുടെ കോമ്പറ്റേറ്റീവ് വേൾഡിൽ നമുക്ക് ആവശ്യം സ്മാർട്ട് വർക്ക് ആണ്. ഓക്കെ, അപ്പൊ മാക്സിമം കാര്യങ്ങൾ നിങ്ങൾക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങളൊക്കെ വിട്ടേക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് അത് റിവൈസ് മാത്രം ചെയ്യുക. ഹാർഡ് വർക്ക് ചെയ്യുന്നതിലുപരി നിങ്ങൾക്ക് അല്ലെങ്കിൽ ഹാർഡ് വർക്കിനൊപ്പം തന്നെ സ്മാർട്ട് വർക്ക് കൂടെ ചെയ്യുക. ബുദ്ധി ഉപയോഗിച്ചിട്ട് ഈ കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഏരിയാസ് മനസ്സിലാക്കി അത് കൂടുതലായിട്ട് പഠിക്കുക. എങ്കിൽ മാത്രമേ നമുക്ക് നെറ്റ് പോലെ ഒരു പരീക്ഷ കംപ്ലീറ്റ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. കാരണം എല്ലാ ടോപ്പിക്കും കവർ ചെയ്ത് പോവുക എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നില്ല അത് പോസിബിൾ ആണെന്ന്. അല്ലെങ്കിൽ നമുക്ക് ഹൈ ഇമ്പോർട്ടൻസ് ഉള്ള ഏരിയാസ് കൂടുതലുണ്ട്, അതിന് അമിത പ്രാധാന്യം കൊടുത്തുകൊണ്ട് ലെസ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയകൾ തിരിച്ചറിഞ്ഞിട്ട് അതിനെ ഒന്ന് ക്രമീകരിക്കാം. ഏതാണ് കൂടുതൽ ഏതാണ് കുറവെന്നുള്ള രീതിയിൽ ക്രമീകരിക്കാം. ഇപ്പൊ തന്നെ നിങ്ങൾക്ക് കുറെ ഐഡിയാസ് കിട്ടിയില്ലേ, അല്ലെങ്കിൽ കുറെ ചോദ്യങ്ങൾ ചോദിക്കുന്ന ഏരിയാസ് കിട്ടിയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. യെസ്, അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതലായിട്ട് മനസ്സിലാക്കുക. സ്റ്റേ മോട്ടിവേറ്റഡ്. അത് സ്വയം നിങ്ങൾ തന്നെ നിങ്ങളെ സെൽഫ് മോട്ടിവേറ്റ് ചെയ്യുക. ഓക്കെ, മോട്ടിവേഷൻ അത് ഉറപ്പായിട്ട് നിങ്ങൾക്ക് വേണം. എനിക്ക് പറ്റും എന്നുള്ള ഒരു ഉറപ്പ് വേണം. ഇത്തവണ പറ്റുവോ, പറ്റാതിരിക്കില്ല. എങ്ങനെ പറ്റാതിരിക്കുമെന്നോ, നമ്മൾ ഡോണയുടെ കഥ കേട്ടതല്ലേ, ഡോണ ചെയ്തത് കണ്ടില്ലേ. സോ നമുക്ക് എന്തുകൊണ്ട് പറ്റുന്നില്ല? ഉറപ്പായിട്ടും ഇപ്പം പ്രൈവറ്റ് ആയിട്ടൊക്കെ ജോലി ചെയ്യുന്നവരോട് ഞാൻ പറയാണ്, നിങ്ങൾക്ക് ഒരു PG ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ജോലിയിൽ തന്നെ ഒതുങ്ങാതെ നെറ്റ് ക്വാളിഫൈ ചെയ്യുക. നെറ്റ് ക്വാളിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു 30K 35K വരെ കിട്ടുന്നുണ്ട് ഗസ്റ്റ് ആയിട്ട് പോകുന്നവർക്ക് പോലും. ഓക്കെ, ഗസ്റ്റ് അധ്യാപകരായിട്ട്. ഇപ്പൊ നമ്മളൊരു സെൽഫ് ഫിനാൻസിങ് കോളേജിലോ പ്രൈവറ്റ് കോളേജിലോ ചെന്നാൽ പോലും നമ്മളോട് ചോദിക്കുന്നുണ്ട്. നെറ്റ് അവിടെ മാൻഡേറ്ററി ആണ്. നെറ്റ് ഇല്ലാത്ത അധ്യാപകരെ അവർക്ക് വേണ്ട, അല്ലെങ്കിൽ ഒരുപാട് കോമ്പറ്റീഷനാണ് നമുക്ക് ഇന്നുള്ളത്. അപ്പം നിങ്ങൾക്ക് ഒരു വലിയ ഡ്രീം വേണം. ആ ഒരു ഡ്രീം ആയിരിക്കണം നെറ്റ്. അത് ക്രാക്ക് ചെയ്യണം. അപ്പൊ ഞാൻ വിശ്വസിച്ചോട്ടെ, ബിലോ 30K ഒക്കെ വളരെ കുറവാണ്. അബ്ദുൾ റഹ്മാൻ വളരെ കുറവാണ് കേട്ടോ. മിക്ക റെപ്യൂട്ടഡ് ആയിട്ടുള്ളിടത്തൊക്കെ തന്നെ നമുക്ക് 30K മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതൊരു ഗവൺമെന്റ് നിയമമാണ്. നെറ്റ് ക്വാളിഫൈഡ് ആയിട്ടുള്ളവർക്ക് ഇത്ര രൂപ മുതൽ സാലറി നമുക്ക് കൊടുക്കണമെന്ന്. നെറ്റ് ഇല്ലാത്തവർക്കായിരിക്കും ഒരു പക്ഷേ ലോ സാലറീസ് ഒക്കെ കിട്ടുന്നത്. നെറ്റ് ഇല്ലെങ്കിൽ നമുക്ക് ക്ലെയിം ചെയ്യാൻ പറ്റില്ല, നമുക്ക് അവകാശമില്ല അല്ലെ. നമുക്ക് PG മാത്രമേ ഉള്ളൂ. ഇന്നത്തെ സമൂഹത്തിൽ നമുക്കറിയാം ഈ ഒരു B.Ed കഴിഞ്ഞവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പം കൂടുതലായിട്ടും അവർ കേൾക്കുന്ന ചോദ്യം കേട്ടിട്ടുണ്ടോ സെറ്റ് ഉണ്ടോ എന്നാണ് അല്ലെ. ഞാൻ പറഞ്ഞത് ശരിയല്ലേ? അങ്ങനെയുള്ള ചോദ്യങ്ങളല്ലേ നിങ്ങൾ കേൾക്കുന്നത്? B.Ed കഴിഞ്ഞു എന്ന ഒരാളിനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ ചോദിക്കുന്നത് സെറ്റ് ഉണ്ടോ നെറ്റ് ഉണ്ടോ എന്നാണ്. സെറ്റ് ഉണ്ടോ കേട്ടിട്ടുണ്ടോ എന്നാണ്. ഇനി PG കഴിഞ്ഞ ഒരാളെയാണ് ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ തന്നെ നമ്മളോട് ചോദിക്കും
എന്നാൽ നെറ്റ് ഉണ്ടോ? നെറ്റ് ക്വാളിഫൈഡ് ആണോ? ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയും നമ്മൾ ഡിസ്ക്വാളിഫൈ ആകുന്ന ഒരു സാഹചര്യമാണ് ഇന്നുള്ളത്. ഓക്കെ, അത്രത്തോളം ആൾക്കാർക്ക് മനസ്സിലായിട്ടുണ്ട് ഇതിന്റെയൊക്കെ പ്രാധാന്യം. ഇനി അനലൈസ് ചെയ്യുക. മാസത്തിൽ ഒരു ദിവസം അനാലിസിസിന് വേണ്ടി കൊടുക്കുക, അല്ലെങ്കിൽ ആ ഒരു ദിവസം ഞാൻ യൂസ് ചെയ്തിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അന്ന് ഞാൻ എന്ത് പഠിച്ചെന്നും മനസ്സിലാക്കും. പിന്നെ ആ ദിവസം ഞാൻ എനിക്ക് പുറത്തു പോകാനും അല്ലെങ്കിൽ എന്റെ ആവശ്യങ്ങൾക്കും എൻജോയ് ചെയ്യാനായിട്ട് തന്നെയാണ് ഈ അനാലിസിസ് ദിവസം ഞാൻ ഉപയോഗിക്കുന്നത്. ഉച്ചവരെ ഒന്ന് അനലൈസ് ചെയ്തൊക്കെ നോക്കും. ഒരു 1-2 മണിക്കൂർ എവിടെ വരെ എത്തി എന്റെ പഠനവും എനിക്ക് തന്നെ അറിയണ്ടേ. ഞാൻ തന്നെ വേണ്ടേ എന്നെ ബൂസ്റ്റ് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ നിങ്ങൾ തന്നെ വേണ്ടേ നിങ്ങളെ ബൂസ്റ്റ് ചെയ്യാനായിട്ട്. സോ എവിടെ എത്തി എന്ന് അനലൈസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇനി ഇതിനുശേഷം റിവിഷൻ. അവസാനത്തെ ദിവസങ്ങൾ പുതിയ കാര്യങ്ങളിലേക്ക് പോകുന്നതിന് പകരം എല്ലാവരും, എനിക്ക് തോന്നുന്നു പ്രഗത്ഭരായ എല്ലാ അധ്യാപകരും പറയാറുണ്ട് റിവിഷൻ അത്യാവശ്യമാണെന്ന്. നിങ്ങൾക്ക് തോന്നാറില്ലേ റിവിഷൻ അത്യാവശ്യമാണെന്ന്? റിവിഷൻ അത്യാവശ്യമല്ലേ നമ്മുടെ പഠനത്തില്? അതെ, ഓക്കെ ശരി. അപ്പൊ ഇതുവരെ നിങ്ങൾ എന്താണ് ഫസ്റ്റ് അറ്റംപ്റ്റ് ചെയ്തവരോട് ഞാൻ പറയാണ്, ഇത് തന്നെ നിങ്ങളുടെ ഒരു ലാസ്റ്റ് അറ്റംപ്റ്റ് ആയിട്ട് കൂടെ കൺസിഡർ ചെയ്യുക. ഇപ്പൊ തന്നെ ക്രാക്ക് ചെയ്യുക. ഇനി ഇതുവരെ നെറ്റ് പരീക്ഷയ്ക്ക് പോയിട്ട് ആ ഒരു കമ്പ്യൂട്ടറിന്റെ മുന്നിൽ ഇരുന്ന് വിയർത്തവരോടൊക്കെ ഞാൻ പറയുന്നത്, ഇന്ന് തുടങ്ങിക്കോ. ഇന്ന് മുതൽ, ഇന്ന് 1 മണിക്കൂർ മതി. ഞാനിപ്പോ നിങ്ങളെ ഒരു 5 മിനിറ്റിനുള്ളിൽ വിട്ടേക്കാം. സോ അങ്ങനെയാണെങ്കിൽ ഇന്ന് തന്നെ 1 മണിക്കൂർ ഇതിന്റെ ഒരു തുടക്കം കുറിക്കുക. നാളെ മുതൽ നിങ്ങൾക്ക് ടൈം ഫ്ലെക്സിബിൾ ആയിട്ട് 3 മണിക്കൂർ 5 മണിക്കൂർ എന്നുള്ള ക്രമത്തിൽ പഠിക്കുക. ഉറപ്പായിട്ടും ക്രാക്ക് ചെയ്യുക. കാരണം വളരെ ഇമ്പോർട്ടന്റ് ആണ്. നമുക്ക് കൊളീജിയേറ്റ് ഒക്കെ വിളിക്കുന്ന സമയത്ത് എഴുതണമെങ്കിൽ നെറ്റ് മാൻഡേറ്ററി ആണ്. PG ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ 2 വർഷം അവിടെ നിങ്ങളുടെ ഇൻവെസ്റ്റ് ചെയ്തതാണ് കോളേജുകളിൽ പോയി പഠിച്ച്. സോ അതിനൊരു റിസൾട്ട് കിട്ടുന്നത് നെറ്റ് കിട്ടുമ്പോൾ തന്നെയാണ് കേട്ടോ. ശരി, അപ്പൊ ഇതാണ് എനിക്ക് നിങ്ങളോട് പറയാനായിട്ടുള്ളത്. ഇനി നിങ്ങൾക്ക് ചോദിക്കാനുള്ള ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അതിനുള്ള മറുപടി തരാം. ഓക്കെ ടീച്ചറെ, വളരെ സന്തോഷം. വളരെ ദീർഘമായിട്ട് 1 അവറിൽ കൂടുതലായിട്ട് ടീച്ചർ നമുക്ക് കുട്ടികൾക്ക് ഏറ്റവും പ്രയോജനപ്രദമായ രീതിയിൽ ക്ലാസ് എടുത്തു. വളരെ നന്ദി. നമ്മുടെ കോഴ്സുകളെ കുറിച്ചുള്ള ഡീറ്റെയിൽസും ടീച്ചർ അതിനിടയിൽ പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫീസിൽ നിങ്ങൾക്ക് പഠിക്കാനായിട്ട് സാധിക്കും. നമ്പറുകളും മറ്റുമൊക്കെ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ കമന്റ് ബോക്സിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഓഫീസ് ടൈമിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ്സുകൾ ഉൾപ്പെടെ അവൈലബിൾ ആണ്. നമ്മുടെ അടൂര്, പത്തനംതിട്ട ജില്ലയിലെ അടൂരാണ് ഇംഗ്ലീഷിന്റെ ഓഫ്ലൈൻ ക്ലാസ് ഉൾപ്പെടെ നമ്മൾ ക്രമീകരിക്കുന്നുണ്ട്. അപ്പോൾ ടീച്ചർ തന്നെ, ശ്രീലക്ഷ്മി ടീച്ചർ തന്നെയാണ് ഓഫ്ലൈൻ ക്ലാസ്സിന്, ഇംഗ്ലീഷിന്റെ ക്ലാസ്സിന്റെ പ്രധാനമായിട്ടുള്ള നേതൃത്വം കൊടുക്കുന്നത്. അപ്പോൾ അതിന് ജോയിൻ ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ഇവിടെ വന്ന് JRF എന്നൊരു എയിമോടുകൂടി നിങ്ങൾക്ക് പഠിക്കാനുള്ള ഏറ്റവും നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അപ്പോൾ അതിന് ജോയിൻ ചെയ്യണമെങ്കിലും നിങ്ങൾക്ക് ഈ നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ നമ്മുടെ ഓൺലൈൻ ക്ലാസ്സുകളും ഫുൾ ഫ്ലെഡ്ജ്ഡ് ആയിട്ട് ജൂൺ 2024 നെറ്റ് സെഷന് വേണ്ടിയിട്ടുള്ള ഇന്റൻസീവ് ആയിട്ടുള്ള കോച്ചിങ് തുടരുന്നുണ്ട്. നിങ്ങൾക്ക് അതിലും ജോയിൻ ചെയ്യാൻ സാധിക്കും. അപ്പോൾ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. മറ്റെന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ചോദിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് തൽക്കാലം വൈൻഡപ്പ് ചെയ്യാം. എയിം JRF ടെസ്റ്റ് സീരീസ്, എയിം JRF നമ്മുടെ കോഴ്സിൽ, നമ്മുടെ പ്ലാറ്റ്ഫോമിൽ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് നേരിട്ട് നമ്മുടെ ആപ്പ് വഴിയായിട്ട് പർച്ചേസ് ചെയ്യാം. ഇല്ലെങ്കിൽ ഈ നമ്പറുകളിൽ ഒന്ന് വിളിച്ചാലും മതി, വാട്സാപ്പിൽ ഒരു മെസ്സേജ് അയച്ചാലും മതി. ഓഫീസ് ടൈമിൽ നിങ്ങൾക്ക് റിപ്ലൈ കിട്ടും, കൃത്യമായിട്ട് അത് കിട്ടും. അപ്പോൾ നമുക്ക് ഇന്നത്തേക്ക് വൈൻഡപ്പ് ചെയ്യാം. അപ്പോൾ ഇന്ന് സെഷൻ ലീഡ് ചെയ്ത ശ്രീലക്ഷ്മി ടീച്ചറോടും അതോടൊപ്പം തന്നെ ഇന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്ത ഡോണയോടും ഉള്ള നന്ദി അറിയിക്കുകയാണ്. പങ്കെടുത്ത എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി അറിയിക്കുന്നു. ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.